വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിമന്യരായ KICRലെ ഉസ്താദുമാർ, പ്രിയപ്പെട്ട പ്രവർത്തകർ, റേഡിയോ വഴി ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അവന് പൊരുത്തപ്പെട്ട സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. വന്നുപോയ തിന്മകൾ പുറത്തു ലഭിക്കാനും ശിഷ്ടകാലം അവന്റെ പൊരുത്തത്തിലുള്ള ജീവിതം നയിക്കാനും നിമിത്തമായി അല്ലാഹു ഉയർത്തുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ തുടങ്ങിവെച്ച ഫത്ഹുൽ മുഈനിന്റെ തുടർച്ച ഇൻഷാ അല്ലാഹ് ഇന്നലെ നമ്മൾ രാത്രിയായിരുന്നെങ്കിൽ ഇന്ന് മുതൽ ഈ സമയത്ത് 5:15 മുതൽ ഏകദേശം 6:10 സമാപിക്കുന്ന രൂപത്തിലാണ് നമ്മൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും മറ്റുള്ളവരെയൊക്കെ അറിയിക്കാനും മറ്റുമൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രമിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുള്ള തോട്ടക്കാട് സാഹിബ് ഞാൻ പ്രൈവറ്റ് മെസ്സേജ് അയക്കണമെന്ന് കരുതിയിരുന്നു, വിട്ടുപോയി. ഒരു 32 പേജ് വരെ ഉള്ള ഭാഗം നോക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒന്ന് പ്ലേ അത്യാവശ്യമുള്ള ഭാഗം നമുക്ക് ഇന്ന് ചെയ്യേണ്ട ഭാഗം ഒന്ന് പ്ലേ ചെയ്താൽ ടെക്സ്റ്റ് അടിച്ചാൽ നന്നാകുമെന്ന് അറിയിക്കുന്നു. അൽഹംദുലില്ലാഹിൽ ഫത്താഹിൽ ജവാദ് അൽ മുഈനി അല തഫഖുഹി ഫിദ്ദീനി മൻ ഇഖ്താറഹു മിനൽ ഇബാദ് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ഷഹാദതൻ തുദ്ഖിലുനാ ദാറൽ ഖുലൂദ് وأشهد أن سيدنا محمدا عبده ورسوله صاحب المقام المحمود صلى الله وسلم عليه وعلى آله وصحبه الأمجاد صلاة وسلاما أفوز بهما يوم المعاد. ഇതുവരെയുള്ള ഭാഗമാണ് നമ്മൾ ഇന്നലെ ഓതി തീർത്തത്. ബഹുമാനപ്പെട്ട അബ്ദുള്ള തോട്ടക്കാട് മറ്റേ ഭാഗം ഒന്ന് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നമുക്ക് തുടരാം. വബഅദു ഫഹാദാ ശറഹുൻ മുഫീദുൻ. വബഅദു ആ ഭാഗം അങ്ങനെ തന്നെ അവിടെ നിന്നോട്ട്, ടെക്സ്റ്റിൽ നഷ്ടപ്പെടുത്താതിരിക്കലായിരിക്കും ഒന്നുകൂടി ബുദ്ധി. വബഅദു ഇവകൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ പ്രാരംഭ മുറകളായി കണക്കാക്കപ്പെടുന്ന ഇന്നലെ പരിചയപ്പെടുത്തിയ ബിസ്മി, ഹംദ്, സലാത്ത്, സലാം തുടങ്ങിയ പ്രാരംഭ മുറകൾക്ക് ശേഷം പറയട്ടെ. ഫഹാദ ഇത് എന്ന് പറയാൻ ഒന്നും മുന്നിലില്ലെങ്കിലും ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്ന, മനസ്സിൽ ഹാജറായ രചന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണോ എഴുതാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഷറഹുൻ, ഒരു വ്യാഖ്യാന ഗ്രന്ഥമാകുന്നു. ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ ഓതുന്നത് 2 കിതാബാണ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രന്ഥവും ആ ഗ്രന്ഥത്തിന്റെ ഷറഹും, അതായത് ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ എന്ന് പറയുന്ന അടിസ്ഥാന ഗ്രന്ഥവും മൂലഗ്രന്ഥവും ആ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമായ ഫത്ഹുൽ മുഈൻ ബി ശറഹി ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ എന്ന ഗ്രന്ഥവും. ആദ്യമായി തുടങ്ങിയിരിക്കുന്നത് ഫത്ഹുൽ മുഈനാണ്, ശറഹായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെക്കുറിച്ചാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫഹാദാ ശറഹുൻ, ഇതൊരു വ്യാഖ്യാന ഗ്രന്ഥമാണ്. മുഫീദുൻ, ഉപകാരപ്രദമായ ആശയ സമ്പുഷ്ടമായ ഒരു ഷറഹാണ്, വ്യാഖ്യാന ഗ്രന്ഥമാണ്. ഫഹാദ, എന്റെ മനസ്സിൽ ഹാജറായ രചന. ഉസ്താദുമാരുടെ ഭാഷയിൽ ഹാദ എന്ന ഇഷാറത്തിനെ കുറിച്ചൊക്കെ, ഹാദ എന്ന് പറഞ്ഞാൽ ഇസ്മി ഇഷാറ എന്ന് അറബിയിൽ പറയപ്പെടുന്ന ഒരു നാമമാണ്. എന്ന് പറഞ്ഞാൽ സൂചനയോടുകൂടി ആളുകളിലേക്ക് ആംഗ്യം കാണിച്ചു പറയേണ്ട ഒരു പദമാണ് ഹാദ എന്നും ഹാദിഹി എന്നും ദാലിക, തിൽക തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ഏറെക്കുറെ പരിചയമുള്ള ആളുകളായിരിക്കും സുഹൃത്തുക്കളൊക്കെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹാദ എന്ന് പറഞ്ഞാൽ പുല്ലിംഗത്തിലേക്കും ഹാദിഹി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗത്തിലേക്കും, അതോടൊപ്പം വിദൂരമുള്ള ആളുകളിലേക്ക് ദാലിക എന്നോ അല്ലെങ്കിൽ തിൽക എന്നൊക്കെ ആയിരിക്കും പ്രയോഗിക്കുക. ഇസ്മു ഇഷാറ എന്നാണ് അതിന് പേര് പറയുക എന്നുകൂടി മനസ്സിലാക്കുക. ഹാദ ഒരു വസ്തുവിലേക്ക് ഇഷാറത്ത് ചെയ്യലോടുകൂടി പറയേണ്ട പ്രയോഗമാണ്. ഇവിടെ ഇഷാറത്ത് ചെയ്യാൻ, ആംഗ്യം കാണിക്കാൻ ഒന്നുമില്ലെങ്കിൽ പോലും
തന്റെ മനസ്സിലുള്ള രചനയാണ് ഇവിടെ ആംഗ്യം കാണിക്കപ്പെടുന്ന വസ്തുവായി കാണുന്നത്. അപ്പോൾ ഹാദ എന്നതിന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ വെക്കുന്ന അർത്ഥം മനസ്സിൽ ഹാജറായ രചന എന്നതാണ്. ഫഹാദ, എന്റെ മനസ്സിൽ ഹാജറായ രചന, ഷറഹുൻ ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ്, മുഫീദുൻ ഉപകാരപ്രദമായ ആശയം നൽകുന്നതായ, ഫായിദ വെപ്പിക്കുന്നാന്ന് പഴയ നമ്മുടെ ഉസ്താദുമാരൊക്കെ അങ്ങനെ തന്നെ വെക്കുക. ഒരു മലയാള ചൊയ്യുള്ള അറബിയായിട്ടാണ് വെക്കുക. ഫായിദ വെപ്പിക്കുന്ന ഷറഹാണ്. ഫായിദ എന്ന് പറഞ്ഞ ഉപകാരം, ആശയം നൽകുക എന്നൊക്കെ അർത്ഥം വെക്കാം. ഫഹാദ, ഇത് ഷറഹുൻ മുഫീദുൻ ഉപകാരപ്രദമായ ഒരു ഷറഹാകുന്നു, ഒരു വ്യാഖ്യാന ഗ്രന്ഥമാകുന്നു. ഏത് ഗ്രന്ഥത്തിനുള്ള വ്യാഖ്യാനമാണ്? അലാ കിതാബി, എന്റെ ഗ്രന്ഥത്തിന്മേലുള്ള, മറ്റാരുടെയും ഗ്രന്ഥത്തിന് ഞാൻ വ്യാഖ്യാനം എഴുതിയതല്ല. അലാ കിതാബി, എന്റെ ഗ്രന്ഥത്തിന്മേലുള്ള ഞാൻ എഴുതുന്ന ഷറഹാൻ. പൊതുവെ ഒരാൾ മൂലഗ്രന്ഥം എഴുതുകയും മറ്റൊരാൾ വ്യാഖ്യാന ഗ്രന്ഥവും എഴുതുക എന്നാണ് പൊതുശൈലി. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് മൂലഗ്രന്ഥം ആരാണോ എഴുതിയത് അതേ മഹാനാണ് തന്റെ വ്യാഖ്യാന ഗ്രന്ഥവും എഴുതിയത്. അതുകൊണ്ടാണ് ഷറഹുൻ മുഫീദുൻ അലാ കിതാബി, എന്റെ ഗ്രന്ഥത്തിന്മേൽ ഉപകാരപ്രദമായ ഒരു വ്യാഖ്യാന ഗ്രന്ഥം. ഏതാണ് എന്റെ കിതാബ്? എനിക്ക് ഒരുപാട് കിതാബ് ഉണ്ടാവാം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന് വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഏത് ഗ്രന്ഥത്തിനാണ് മഹാനവറുകൾ ഷറഹ് എഴുതുന്നത്? ഫഹാദാ ഷറഹുൻ മുഫീദുൻ അലാ കിതാബി, എന്റെ ഗ്രന്ഥത്തിന്മേൽ. എന്റെ ഗ്രന്ഥം, കിതാബി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയായിരിക്കും, സുഹൃത്തുക്കൾക്ക് അറിയാം. കിതാബി എന്ന് പറഞ്ഞാൽ എന്റെ ഗ്രന്ഥമെന്നും കിതാബിന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രന്ഥമെന്നുമാണ്. അല്ലാഹുമ്മ ഗഫിർ ലീ എന്ന് പറഞ്ഞാൽ എനിക്ക് പൊറുക്കണമെന്നും അല്ലാഹുമ്മ ഗഫിർ ലനാ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊറുക്കണമെന്നുമാണ്. സ്വാഭാവികമായും ആ നിലക്ക് കിതാബി, എന്റെ ഗ്രന്ഥത്തിന്മേലുള്ള, എന്റെ ഗ്രന്ഥത്തിന്മേൽ ഉപകാരപ്രദമായ ഒരു വ്യാഖ്യാന ഗ്രന്ഥമാകുന്നു ഇത്. ഏതാണ് ഗ്രന്ഥം? അൽ മുസമ്മ, പേര് നൽകപ്പെട്ട ഗ്രന്ഥം. ഏത് ഗ്രന്ഥത്തിനാണ് ഷറഹ് എഴുതുന്നത്? എന്റെ ഗ്രന്ഥമാണ്. ഏതാണ് എന്റെ ഗ്രന്ഥം? അൽ മുസമ്മ, പേര് നൽകപ്പെട്ട. ബി ഖുറത്തുൽ ഐനി ബി മുഹിമ്മാത്തിദ്ദീൻ. അതെ, ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ എന്ന പേരിലുള്ള മുഹിമ്മാത്തിദ്ദീൻ എന്നതാണ്. ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ എന്നതുകൊണ്ട് പേര് വെക്കപ്പെട്ട എന്റെ ഗ്രന്ഥം. മുസമ്മ എന്ന് പറഞ്ഞാൽ ഇസ്മ എന്ന പദത്തിൽ നിന്ന് കടന്നു വരുന്ന പ്രയോഗം. ഇസ്മ സമ്മയിത്തു എന്ന് പറഞ്ഞാൽ പേര് വെച്ചു എന്ന്. മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി. മുഹമ്മദൻ സമ്മൗ, അവർ മുഹമ്മദ് എന്ന് പേര് വെച്ചു. നബിയൽ ഹുദാ, സന്മാർഗത്തിന്റെ പ്രവാചകന് അവർ മുഹമ്മദ് എന്ന് പേര് വെച്ചു. സമ്മ എന്ന് പറഞ്ഞാൽ പേര് വെക്കുക, മുസമ്മ എന്ന് പറഞ്ഞാൽ പേര് വെക്കപ്പെട്ടത്. എന്താ പേര് വെച്ചത്? ഖുറത്തുൽ ഐനി ബി മുഹിമ്മാത്തിദ്ദീൻ. ഖുറത്തുൽ ഐൻ എന്ന പദത്തിന്റെ അർത്ഥം എന്റെ സുഹൃത്തുക്കൾ ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ക്ലാസിന്റെ ആമുഖത്തിൽ പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് ആവർത്തിക്കാണ്. ഖുറത്തുൽ ഐൻ എന്ന് പറഞ്ഞാൽ കൺ കുളിർമ എന്നാണ് അർത്ഥം. മഹാനവറുകൾ തന്റെ കിതാബിനിട്ട പേരാണ് ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ. ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ. അങ്ങനെ ഗ്രന്ഥത്തിന് പേരിട്ടാൽ പിന്നെ ആ പേരിന്റെ അർത്ഥമൊന്നും പറയൂല. നമ്മൾ ഒരാൾക്ക് പേരിട്ടാൽ ആ പേരിന്റെ അർത്ഥം നമ്മൾ വിളിക്കൂലല്ലോ. ഒരാളെ നമ്മൾ സൈനുദ്ദീൻ എന്ന് പേരിട്ടാൽ പിന്നെ ദീനിന്റെ ശോഭ എന്നോ ദീനിന്റെ പ്രശോഭ എന്നോ നമ്മൾ അർത്ഥം വിളിക്കൂല. മറിച്ച് സൈനുദ്ദീനെ എന്നാണ് വിളിക്കുക. എന്നതുപോലെ ഇതൊരു കിതാബാണ്. ഈ കിതാബിന് ബഹുമാനപ്പെട്ടവർ നൽകിയ പേരാണ് ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ. എന്നാലും ആ ഒരു ലഫ്ലിനുള്ള അർത്ഥം ഇങ്ങനെയാണ്. ഖുറത്തുൽ ഐൻ എന്ന് പറഞ്ഞാൽ കൺ കുളിർക്കുക, കൺ കുളിർമയാവുക. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്യുൻ. പടച്ചവനെ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകണമേ ഖുറത അയ്യുൻ, കൺകുളിർമ നൽകണം. അല്ലാഹു നമുക്കൊക്കെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനായ പ്രവാചകന്മാരൊക്കെയും ദുആ ചെയ്തൊരു പ്രാർത്ഥനയാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്യുൻ, കൺകുളിർമ, ഖുറത ഐൻ. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നൽകിയ പേര് ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ. മുഹിമ്മാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചില സ്ഥാപനങ്ങളൊക്കെ മുഹിമ്മാത്ത് എന്ന് പറഞ്ഞ പേരിലുണ്ട്. ബി മുഹിമ്മാത്തിദ്ദീൻ,
ദീനിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് കൺകുളിർമയാവുക. ഇതാണ് ബഹുമാനപ്പെട്ടവർ തന്റെ കിതാബിന് നൽകിയ പേര്, ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ. ദീനിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് കൺകുളിർക്കുക എന്ന് താൻ പേര് നൽകിയ ആ എന്റെ കിതാബിന് നൽകുന്ന ഷറഹാണിത്. ഈ ഷറഹ് കൊണ്ട് എന്താണ് ലക്ഷ്യം? മൂലഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചതിൽ ചില പോരായ്മകളും ചില തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നീക്കം ചെയ്യുക എന്നതാണ് പൊതുവിൽ ഷറഹിന്റെ ഡ്യൂട്ടി. ഒരു വ്യാഖ്യാന ഗ്രന്ഥം ചെയ്യേണ്ട കർമ്മം അതാണ്. എന്ന് പറഞ്ഞാൽ ഷറഹിൽ മൂലഗ്രന്ഥത്തിൽ വന്ന ചില തെറ്റായ ധാരണകൾ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ തെറ്റാണെന്ന് തോന്നുന്നത് മൂലഗ്രന്ഥത്തിൽ വന്നിരിക്കാം. അതിനെ ക്ലിയർ ആക്കുക, സംശയം ഉണ്ടാകുന്ന ഭാഗങ്ങളെ സംശയം ദൂരീകരിക്കുക, ഇങ്ങനെ തുടങ്ങിയതാണ് ഒരു ഷറഹിന്റെ ഡ്യൂട്ടി. ആ ഷറഹിന്റെ കർത്തവ്യത്തെയാണ് മുസന്നിഫ് റഹിമഹുല്ല പറയുന്ന യുബയ്യിനുൽ മുറാദ. ഈ ഷറഹ് കൊണ്ട് കിട്ടാവുന്ന നേട്ടം യുബയ്യിനു, അത് വ്യക്തമാക്കും. ബയാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ബയാൻ ചെയ്യാന്ന് പറയും, വിവരിക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക, വിശദീകരിക്കുക. യുബയ്യിനു, ആ ഷറഹ് വ്യക്തമാക്കും, ബയാൻ ചെയ്യും. അൽ മുറാദ, മുറാദ് നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒരു പ്രയോഗമാണ്. മുറാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറാദി ഹാസിലാക്കണേ എന്ന് പറഞ്ഞൊരു പാട്ട് പോലും ഉണ്ട്. മുറാദി ഹാസിലാക്കല്ല എന്ന് പറഞ്ഞ് നമ്മൾ പാടാറുണ്ട്. ഇവിടെ മുറാദ് എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം തന്നെയാണ്, ഉദ്ദേശം വ്യക്തമാക്കും എന്ന് പറഞ്ഞാൽ മത്തിനിന്റെ ലഫ്ദിനാൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമാക്കി തരും. യുബയ്യിനുൽ മുറാദ, ഉദ്ദേശം വ്യക്തമാക്കും. ഇവിടെ ഉദ്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ മത്തിനിന്റെ ലഫ്ലുകളിൽ ഉദ്ദേശിച്ചത് അതൊന്ന് വ്യക്തമാക്കി തരും. മത്തിനിന്റെ ലഫ്ലുകളിൽ ഉദ്ദേശിച്ച വസ്തുതയെ ഒന്ന് വ്യക്തമാക്കി തരും, ഒന്ന് ക്ലിയർ ചെയ്തു തരും. യുബയ്യിനുൽ മുറാദ, മനസ്സിലായിരിക്കും. യുബയ്യിനു, ആ ഷറഹ് വ്യക്തമാക്കി തരും. അൽ മുറാദ, മത്തിനിന്റെ ലഫ്ലുകളിൽ നിന്നുള്ള ഉദ്ദേശത്തെ, എന്താണോ മൂലഗ്രന്ഥം ഈ ലഫ്ല് കൊണ്ട് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തെ ഒന്നുകൂടി വ്യക്തമാക്കി തരും. വയുത്തമ്മിമുൽ മുഫാദ അല്ലെങ്കിൽ മഫാദ, രണ്ട് നിലക്കും വായിക്കാം. വയുത്തമ്മിമു, ആ ഷറഹ് പൂർത്തീകരിച്ചു തരും, ആ ഗ്രന്ഥം പൂർത്തീകരിച്ചു തരും. അൽ മഫാദ അല്ലെങ്കിൽ അൽ മുഫാദ, ആശയത്തെ, മത്തിനുദ്ദേശിച്ച ചില ആശയത്തിന് ചില നിബന്ധനകളൊക്കെ ചിലപ്പോൾ ആവശ്യമാകും. ആ നിബന്ധനകളൊക്കെ ഷറഹാഗ് എന്ന ഗ്രന്ഥം പൂർത്തീകരിച്ചു കൊടുക്കും. വയുത്തമ്മിമു എന്ന് പറഞ്ഞാൽ മൂലഗ്രന്ഥത്തിൽ ചില അത്യാവശ്യമായ ഷർത്തുകളോ നിബന്ധനകളോ പറഞ്ഞിട്ടില്ല എന്ന് വെക്കാം. മൂലഗ്രന്ഥത്തിൽ ഒരുപക്ഷെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിസ്കാരം നിർബന്ധമാണ്, എല്ലാ വാക്കിലും ബാലികമായ സ്ത്രീ പുരുഷന്മാരുടെ മേൽ നിസ്കാരം നിർബന്ധമാണ് എന്ന് മാത്രം മൂലഗ്രന്ഥത്തിലുണ്ട് എങ്കിൽ അവിടെ അടിവരയിട്ട് പറയും നിസ്കാരം ഹൈലുകാരിയുടെ മേൽ നിർബന്ധമില്ല. എങ്ങനെ തുടങ്ങി ചില വസ്തുതകളൊക്കെയും സൂചിപ്പിക്കും. അതാണ് വയുത്തമ്മിമു, ഷറഹ് പൂർത്തിയാക്കും. തമാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും പൂർത്തിയാവുക എന്നാണ്. യുത്തമ്മിമു, ആ ഗ്രന്ഥം പൂർത്തിയാക്കി കൊടുക്കും. അൽ മഫാദ, ആശയത്തെ പൂർത്തിയാക്കും. ആശയത്തിന് ആവശ്യമായ ഖൈദുകൾ എന്ന് നമ്മൾ പറയും. ഖൈദ് എന്ന് പറഞ്ഞാൽ ഉപാധി, ചില നിബന്ധനകളും മറ്റൊക്കെ പറയുന്ന പേരാണ് ഖൈദ്. സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഖൈദുകളൊക്കെ പറയൽ കൊണ്ട് ചില ആവശ്യമായ ഉപാധികളും മറ്റും വിട്ടുപോയെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഷറഹ് പരിപൂർണമായും പരിഹരിക്കും. അതാണ് ഖൈദുകൾ പറയൽ കൊണ്ട് ആശയം പൂർത്തീകരിക്കും. ഖൈദ് എന്ന് പറയും. ചില ഉപാധികൾ ചില നിബന്ധനകളൊക്കെയും പൂരിപ്പിച്ചു കൊടുക്കും. വയുത്തമ്മിമു വയുഹസ്സിലുൽ മഖാസിദ, ചില ലക്ഷ്യങ്ങളെ കരസ്ഥമാക്കി തരികയും ചെയ്യും. വയുഹസ്സിലു, ഉണ്ടാക്കിത്തരും, ലഭ്യമാക്കും. ഹസല എന്ന് പറഞ്ഞ ലഭ്യമാവുക, ഒരാൾക്ക് ലഭിക്കുന്നതിനാണ് ഹസല എന്ന് പറയുക. മലയാളത്തിൽ നമ്മൾ കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ കരങ്ങളിൽ ലഭിക്കുക എന്നാണ്. ഹസല, കരസ്ഥമാവുക എന്ന് നമ്മൾ മലയാളത്തിൽ വെക്കും. എന്ന് പറഞ്ഞാൽ കരങ്ങളിൽ ഭദ്രമാവുക എന്നാണ്. അപ്പൊ യുഹസ്സിലു, ലഭ്യമാക്കും. അൽ മഖാസിദ, മത്തിനിലില്ലാത്ത ചില ഫിഖ്ഹിന്റെ ലക്ഷ്യങ്ങളെ വ്യക്തമാക്കി തരും. മത്തിന് ചിലപ്പോൾ ഇതിന്റെ ഉദ്ദേശങ്ങളും ചിലപ്പോൾ അതിന്റെ മറ്റു കാരണങ്ങളൊന്നും പറഞ്ഞുകൊള്ളണമെന്നില്ല, അത് പറഞ്ഞു തരും. ഉദാഹരണത്തിന് മത്തിന് പറയുമ്പോ അസ്വലാത്തു, നിസ്കാരം എന്ന് പറഞ്ഞു പോകും. അപ്പൊ ചിലപ്പോ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നിസ്കാരം എന്ന് പറഞ്ഞ് ബാബു സ്വല, നിസ്കാരത്തെ കുറിച്ച് പറയുന്ന ബാബാണ്.
നിസ്കാരം എല്ലാ ആളുകൾക്കും നിർബന്ധമാണ്. അപ്പൊ സ്വാഭാവികം എന്തായി നിസ്കാരം എന്ന് ആര് പരിചയപ്പെടുത്തരും? ഷറഹാദ് എന്ന ഗ്രന്ഥം പരിചയപ്പെടുത്തരും. നിസ്കാരം എന്താണെന്ന് ഒരുപക്ഷെ മൂലഗ്രന്ഥം പറയില്ല, കാരണം മൂലഗ്രന്ഥം അത്തരക്കാരാണ് ഉപയോഗിക്കുക. നിസ്കാരം എന്താണെന്ന് അറിയുന്നവരെ മൂലഗ്രന്ഥം ഉപയോഗിക്കുള്ളൂ, അത്തരക്കാർക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അപ്പൊ സ്വാഭാവികമായും മൂലഗ്രന്ഥത്തിൽ പറയാത്ത ചില ലക്ഷ്യങ്ങളെ ഷറഹാദ് എന്ന ഗ്രന്ഥം പറഞ്ഞു തരും. അതിനെക്കുറിച്ചാണ് വയുഹസ്സിലു, അത് ലഭ്യമാക്കിത്തരും. അൽ മഖാസിദ, മത്നിന് തൊട്ട് പുറത്തുപോയ ഫിഖ്ഹിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ. വയുഹസ്സിലു, അത് കരസ്ഥമാക്കിത്തരും. അൽ മഖാസിദ, മത്നിൽ പറയപ്പെടാതെ പോയ ഉദ്ദേശങ്ങളെ വ്യക്തമാക്കിത്തരും. വയുബരിസുൽ ഫവായിദ, ചില ഫായിദ എന്ന് പറഞ്ഞിട്ട് ചില മത്നിന് പരാമർശിക്കാത്ത ചില വസ്തുക്കളെയും പറഞ്ഞു തരും. വയുബരിസു, അത് വെളിവാക്കും, പ്രകടമാക്കും. ബറസ എന്ന് പറഞ്ഞാൽ ബാരിസ് എന്നൊക്കെ പറഞ്ഞാൽ വെളിവായത് എന്നാണ് അർത്ഥം. വയുബരിസു, വയുബരിസു, ബഹുമാനപ്പെട്ട നൂറുൽ ഇസ്ലാം എന്ന സുഹൃത്ത് ഉസ്താദാണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഒന്നാവും, ബലിങ്ങനെ ആക്കിയാൽ നന്നാവും. ഒന്നുകൂടി അത് 3 തന്നെ വെച്ചാൽ അത് 3 ഫൗണ്ട് ടെക്സ്റ്റിന്റെ 3 തന്നെ വെച്ച ഒന്നും കൂടി ക്ലിയർ ആവും. വയുബരിസു, വയുബരിസു, അത് വെളിവാക്കും. അൽ ഫവായിദ, ചില ഫായിദകളെ വെളിവാക്കും. വയുബരിസുൽ ഫവായിദ, അതെ അയ്യൂബ് അത്തൂർ സാഹിബ് ഇട്ടിട്ടുണ്ട്. വയുബരിസു, അത് വ്യക്തമാക്കും, വ്യക്തമാക്കുക. ബറസ, വെളിവാക്കുക എന്നൊക്കെയാണ് അർത്ഥം. ബാരിസ് എന്ന് പറയും വെളിവായതിനെ കുറിച്ച്. വയുബരിസു, അത് വ്യക്തമാക്കും, വെളിവാക്കും, പ്രത്യക്ഷപ്പെടുത്തും. അൽ ഫവായിദ, ചില ഫായിദകളെ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ ഷറഹിൽ കാണാം ഫായിദത്തുൻ എന്ന് പറഞ്ഞ് മത്തിനു പരാമർശിക്കാത്ത ചില വിഷയങ്ങൾ പറയും. മനസ്സിലായിരിക്കും. അതായത് മത്തിനാകുന്ന മൂലഗ്രന്ഥത്തിൽ പറയാത്ത ചിലത് ഫായിദത്തുൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മലയാള ഭാഷയിലൊക്കെ പറയുമ്പോൾ നോട്ട് എന്നോ അല്ലെങ്കിൽ ചില പ്രത്യേകം ശ്രദ്ധക്ക് എന്നൊക്കെ പറഞ്ഞ് പരാമർശിക്കുന്നത് പോലെ ഫായിദ എന്ന് പറഞ്ഞ് ചില സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഷറഹാകുന്ന ഫത്ഹുൽ മുഈനിൽ കാണാൻ പറ്റും. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. വയുബരിസുൽ ഫവായിദ, ഫായിദകളെ വ്യക്തമാക്കും. അങ്ങനെയുള്ളൊരു ഷറഹാണ് ഞാൻ എഴുതാൻ ഉദ്ദേശിച്ച ഗ്രന്ഥം എന്നാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആദ്യമേ പറഞ്ഞു വെച്ചത്. വബഅദു ഫഹാദാ ശറഹുൻ മുഫീദുൻ അലാ കിതാബി. വബഅദു, അർത്ഥം എല്ലാവരും മനസ്സിലാക്കിയിരിക്കും. ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം എന്നീ പ്രാരംഭ മുറകൾക്ക് ശേഷം ഞാൻ പറയട്ടെ. ഫഹാദാ, എന്റെ മനസ്സിലുള്ള രചന, എന്റെ മനസ്സിൽ ഉള്ള രചന, ഞാൻ എഴുതാൻ ഉദ്ദേശിച്ച വസ്തു ഷറഹുൻ, ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ്, ഒരു വ്യാഖ്യാനമാണ്. മുഫീദുൻ, വളരെ ആശയ സമ്പുഷ്ടമായ, ഉപകാരപ്രദമായ. അലാ കിതാബി, എന്റെ ഗ്രന്ഥത്തിന്മേൽ ഉപകാരപ്രദമാണ്. ഏതാണ് എന്റെ ഗ്രന്ഥം? അൽ മുസമ്മ, പേര് നൽകപ്പെട്ടതായ. ബി ഖുറത്തുൽ ഐനി ബി മുഹിമ്മാത്തിദ്ദീൻ, ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ എന്നു പേര് വെക്കപ്പെട്ട എന്റെ ഗ്രന്ഥത്തിന് നൽകുന്ന ഷറഹാകുന്നു. എങ്ങനെയുള്ള ഷറഹാണ്? യുബയ്യിനു, അത് വ്യക്തമാക്കും. അൽ മുറാദ, മത്നിന്റെ ലഫ്ള് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട ഉദ്ദേശത്തെ. മത്നി എന്ന് പറഞ്ഞ് തിരിയാത്ത ആരും ഉണ്ടാവില്ല ഞാൻ മനസ്സിലാക്കുന്നു. മത്നി എന്ന് പറഞ്ഞാൽ ഒരു മൂലഗ്രന്ഥത്തിന് വ്യാഖ്യാനം എഴുതുമ്പോഴാണ് മൂലഗ്രന്ഥത്തെക്കുറിച്ച് മത്നി എന്നും മറ്റേ ഗ്രന്ഥത്തെക്കുറിച്ച് ഷറഹ് എന്നും പറയും. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ യുബയ്യിനു, ഈ ഷറഹ് വ്യക്തമാക്കും. അൽ മുറാദ, മൂലഗ്രന്ഥത്താൽ ഉദ്ദേശിക്കപ്പെട്ട ഉദ്ദേശത്തെ. വയുതമ്മിമു, അത് പൂർത്തീകരിക്കും. അൽ മഫാദ, മൂലഗ്രന്ഥത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില ഉപാധികളെയും ചില കൈദുകളെയൊക്കെ പറയൽ കൊണ്ട് പൂർത്തീകരിക്കും. വയുതമ്മിമു, ആ ഷറഹ് പൂർത്തീകരിക്കും. അൽ മുഫാദ, ആശയത്തെ. മത്തനിൽ പറഞ്ഞതിൽ ചില നിബന്ധനകളും മറ്റൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതൊക്കെ പൂർണ്ണമാക്കി തരും. വയുഹസ്സിലു, അത് കരസ്ഥമാക്കും. അൽ മഖാസിദ, മത്തനിൽ പരാമർശിക്കാതെ പോയ ചില ഉദ്ദേശങ്ങളെ പറഞ്ഞു തരും, കരസ്ഥമാക്കി തരും. വയുബരിസുൽ ഫവായിദ, ചില ഫായിദകളെ ഫായിദ എന്ന് പേരിട്ടിട്ട് വെളിപ്പെടുത്തുകയും ചെയ്യും. വയുബരിസു, അത് വെളിപ്പെടുത്തും, പ്രകടമാക്കും. അൽ ഫവായിദ, ഫായിദകളെ. ഇനിയാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നു വസമ്മൈതുഹു, വസമ്മൈതുഹു, ആ കിതാബിന് ഞാൻ പേര് വെച്ചിരിക്കുന്നു. വസമ്മൈതുഹു, വസമ്മൈതുഹു, ആ ഷറഹിന് ഞാൻ പേര് വെച്ചു. എന്താ പേര്? ബിഫത്ഹിൽ മുഈൻ ബിശറഹി ഖുറത്തുൽ ഐൻ
ബി മുഹിമ്മാത്തിദ്ദീൻ. ഇതാണ് മൂല ഷറഹിന്റെ പേര്. വസമ്മൈത്തു, ഞാൻ പേര് വെച്ചു. സമ്മൈത്തു എന്ന് പറഞ്ഞാൽ ഞാൻ പേര് വെച്ചു. നമ്മുടെ മൗലിദാബിൽ കാണാം മാ സമ്മൈത്ത ഇബ്നക, അല്ലെ? അബ്ദുൽ മുത്തലിബ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 7-ാം ദിനത്തിൽ അറുത്ത് വിതരണം ചെയ്ത ആളുകളൊക്കെ ഭക്ഷണം കഴിച്ച് പോരാനിരിക്കുമ്പോൾ ചോദിച്ചത്രേ, മാ സമ്മൈത്ത ഇബ്നക, നിന്റെ കുട്ടിക്ക് എന്താ പേരിട്ടേ, അല്ലെ? മാ സമ്മൈത്ത ഇബ്നക. സമ്മൈത്ത എന്ന് പറഞ്ഞാൽ നീ എന്നും, സമ്മൈത്തു എന്ന് പറഞ്ഞാൽ ഞാനെന്നുമാണ്. അപ്പൊ നിനക്ക് നീ പേര് വെച്ചു എന്ന് ചോദിക്കാൻ സമ്മൈത്ത, അതേസമയം ഞാൻ പേര് വെച്ചു എന്ന് പറയാൻ സമ്മൈത്തു. അറബിയിൽ അങ്ങനെയാണ്. നീ എന്ന് പറയാൻ ത എന്നും ഞാൻ എന്ന് പറയാൻ തു എന്നുമാണ് പ്രയോഗിക്കുക. ഫഅല ചിലപ്പോ ചില അല്പഭാഗമൊക്കെ പഠിച്ച ചിലപ്പോൾ മദ്രസയൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഫഅല ഫഅല ഫഅലു എന്ന് പറഞ്ഞിട്ട് ഫഅൽത എന്ന് പറഞ്ഞാൽ നീ പ്രവർത്തിച്ചു, ഫഅൽതു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിച്ചു. അപ്പൊ സമ്മൈത്തു, ഞാൻ പേര് വെച്ചു, അല്ലെ? അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു സമ്മൈത്തുഹു മുഹമ്മദ, ഞാൻ കുട്ടിക്ക് മുഹമ്മദ് എന്നാണ് പേര് വെച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സമ്മൈത്തു, ഞാൻ പേര് വെച്ചു. ഹു, ഈ വ്യാഖ്യാന ഗ്രന്ഥത്തിന് ഞാൻ പേര് വെച്ചു. ബി ഫത്ഹിൽ മുഈനി ബിശറഹി ഖുറത്തിൽ ഐൻ. ഫത്ഹുൽ മുഈനി ബിശറഹി ഖുറത്തിൽ ഐനി ബി മുഹിമ്മാത്തിദ്ദീൻ എന്ന് പറഞ്ഞാൽ ഖുറത്തുൽ ഐനി ബി മുഹിമ്മാത്തിദ്ദീൻ എന്ന ഷറഹ് കൊണ്ടുള്ള ഫത്ഹുൽ മുഈൻ, ഒരു സഹായിയുടെ സമ്മാനം. ഫത്ഹുൽ മുഈൻ, മുഈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, മുഈൻ എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നവനെന്നാണ്. ഫതഹിന് സമ്മാനം എന്ന അർത്ഥം വെക്കാം, തുറന്നു തരിക എന്നാണ് ഫതഹ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നത്, അൽ ബാബു മഫ്തൂഹ്, വാതിൽ തുറക്കപ്പെട്ടതാകുന്നു എന്നൊക്കെ പ്രയോഗിക്കും. അപ്പം വസമ്മൈതുഹു, ഞാൻ ഈ ഗ്രന്ഥത്തിന് പേര് വെച്ചു. ബി ഫത്ഹിൽ മുഈൻ, മുഈനിന്റെ സമ്മാനം, ഒരു സഹായിയുടെ സമ്മാനം, സഹായിയുടെ വകയുള്ള സമ്മാനം. എന്താ പേര് വെച്ചത്? ഫത്ഹുൽ മുഈനി ബിശറഹി ഖുറത്തിൽ ഐനി ബി മുഹിമ്മാത്തിദ്ദീൻ. അപ്പൊ നമ്മൾ ഓതാനിരിക്കുന്നത് 2 ഗ്രന്ഥമാണ്. ഒന്ന് ഖുറത്തുൽ ഐനി ബി മുഹിമ്മാത്തിദ്ദീൻ എന്ന മൂലഗ്രന്ഥവും, അത് 2 അതിന്റെ ഷറഹാകുന്ന ഫത്ഹുൽ മുഈൻ ബിശറഹി ഖുറത്തിൽ ഐൻ. 2ന്റെയും രചയിതാവ് ഒരാളുമാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. മാഹിക്കടുത്ത് കുഞ്ഞിപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ്. അല്ലാഹു മഹാനുഭാവന്റെ ഉഖ്റവിയായ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവിടുത്തേക്ക് ഫൈള് മദദൊക്കെ നമുക്കൊക്കെയും ലഭ്യമാക്കുമാറാവട്ടെ. ആമീൻ. ഇനി ബഹുമാനപ്പെട്ടവര് തന്നെ പറയാം, ഏതേത് കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഉദ്ദേശിച്ച ചില ഉദ്ദേശങ്ങൾ ഉണ്ടാവും. അതുപോലെ ബഹുമാനപ്പെട്ടവർ തന്നെ പറയാണ്, വഅന അസ്അലുല്ലാഹൽ കരീം, ഞാൻ ഉദാരനായ അള്ളാഹുവിനോട് ചോദിക്കുന്നു. വഅന, ഞാൻ. അന എന്ന് പറഞ്ഞാൽ ഞാനാണെന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ല. ചില സ്വന്തത്തെ പൊക്കുന്ന ആളെ കുറിച്ച് ചിലരൊക്കെ പറയും അനാനീയത്തിന്റെ ആളാണ്. അത് ഞാൻ ബില്ലാള് എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് പറയും അനാനീയത്തിന്റെ ആള്. ചിലപ്പോ ചില ആളുകളൊക്കെ പ്രയോഗിക്കുന്ന കേട്ടിട്ടുണ്ടാവും, അനാനീയത്ത് എന്ന് പറഞ്ഞ സ്വയം വലിയ ആള്. ഞാൻ വലിയ ആളാണെന്ന് പറയുന്ന ആള് അനാനീയത്ത് എന്ന് പറയും. അപ്പൊ അന, ഞാൻ. മുത്തക്കല്ലിം എന്ന അറബിയിലും ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സൺ എന്നും പറയുന്ന പ്രയോഗമാണ് അന, ഞാൻ. അന, ഞാൻ. അസ്അലു, ഞാൻ ചോദിക്കുന്നു. സഅല എന്ന് പറഞ്ഞാൽ അർത്ഥറിയാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവൂല. ഞാൻ അത്രയും എല്ലാവർക്കും വ്യാപകമുള്ള ഒന്നാണ് സഅല, ചോദിക്കുക എന്നൊക്കെ. അപ്പൊ അന, ഞാൻ. അസ്അലു, ഞാൻ ചോദിക്കുന്നു. അന, ഞാൻ. അസ്അലു, ചോദിക്കുന്നു. അല്ലാഹൽ കരീമ, ഉദാരനായ മാന്യനായ അള്ളാഹുവിനോട്. കറാമത്ത്, ബഹുമാനാദരവുകളുള്ള അള്ളാഹ്. അള്ളാഹുവിനെ കുറിച്ച് കരീം എന്ന് പറയുമ്പോൾ ഉദാരൻ എന്നാണ് നമ്മൾ പൊതുവെ അർത്ഥം വെക്കുക. ഉദാരനായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. അന അസ്അലുല്ലാഹൽ കരീം, മാന്യനായ, ബഹുമാന്യനായ എന്ന് നമ്മൾ പൊതുവെ ബഹുമാന്യനായ അള്ളാഹ് എന്നൊന്നും പറയലില്ല. അതുകൊണ്ട് ഉദാരനായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. പിന്നെങ്ങനെയുള്ള അള്ളാഹുവാണ്? അൽ മന്നാൻ, മിന്നത്ത് ചെയ്യുന്നവനായ. ചോദിക്കുന്നതിന് നൽകുമ്പോ നമ്മളൊക്കെ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ചിലപ്പോൾ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും തിരിച്ചു കിട്ടുക എന്നുള്ളത്. അതില്ല, മന്നാനാണ്.
ഒന്നും ആഗ്രഹിക്കാതെ നമുക്ക് ഉദാരമായി തരികയാണ്. അൽ മന്നാന, മിന്നത്ത് ചെയ്യുന്നവനായ അല്ലാഹു. അന അസ്അലുല്ലാഹൽ കരീമ, ഉദാരനായ വളരെ ആദരണീയനായ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. അൽ മന്നാന, മിന്നത്ത് ചെയ്യുന്നവനായ. മിന്നത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മൾ തിരിച്ചെന്തെങ്കിലും കൊടുക്കണമോ വേണ്ടയോ എന്ന വകുപ്പിലേ അല്ല, മറിച്ച് നന്നായിട്ട് മിന്നത്ത് ചെയ്യാൻ. അവനങ്ങനെ ലക്ഷ്യം തന്നെ ഇല്ല. ചിലരൊക്കെയും നിഅമത്ത് ചെയ്യുമ്പോ എന്തെങ്കിലും കിട്ടുക എന്നൊക്കെ ലക്ഷ്യം ഉണ്ടാവും. ഒന്നുമല്ല, അള്ളാഹ്ക്ക് നമ്മൾ ഒന്നും ചെയ്യണം എന്ന ലക്ഷ്യത്തിലല്ല അള്ളാഹ് ചെയ്യുന്നത്. അള്ളാഹ് അവന്റെ റഹ്മത്തിന് വിശാലമായതുകൊണ്ട് അവൻ ഔദാര്യം ചെയ്യാം. അങ്ങനെയുള്ള മന്നാനായ കരീമായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. അയ്യഉമ്മൽ ഇന്തിഫാഉ ബിഹി, ഈ ശറഹ് കൊണ്ട് ഉപകാരം വ്യാപകമാവലിനെ, എല്ലാവർക്കും ഉപകാരം കിട്ടണം. അയ്യഉമ്മൽ ഇന്തിഫാഉ ബിഹി, ഈ ശറഹ് കൊണ്ട് ഉപകാരം വ്യാപകമാവുക. ഉമൂമ് എന്ന് പറയും. ഉമൂമി കൈരല, സമസ്ത അല്ലെ. അയ്യഉമ്മൽ ഇന്തിഫാഉ ബിഹി, ഇതുകൊണ്ടുള്ള ഉപകാരം സമസ്ത മേഖലകളിലും പടർന്നു പന്തലിക്കലിനെ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. ഉമൂമ് അല്ലെ, ഉമൂമ് കൈരള എന്ന് പറഞ്ഞാൽ സമസ്ത കേരള, സമസ്ത മേഖലകളും. അപ്പൊ അയ്യഉമ്മൽ ഇന്തിഫാഉ ബിഹി, ഈ ശറഹ് കൊണ്ട് ഉപകാരം, നഫ്അ് എന്ന് പറയും. നഫ്അ് നാഫി ആവുക, ഇൽമുൻ നാഫി എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഉപകാരപ്രദമായ ഇൽമ് എന്നതുപോലെ ഇന്തിഫാ എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ളതാവുക. അയ്യഉമ്മൽ ഇന്തിഫാഉ ബിഹി, ഈ ശറഹ് കൊണ്ട് ഉപകാരം വ്യാപകമാവലിനെ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. ആർക്കൊക്കെ ഉപകാരം കിട്ടണം? ലിൽ ഖാസത്തി വൽ ആമ്മത്തി മിനൽ ഇഖ്വാൻ, സ്പെഷ്യലൈസായി പഠിക്കുന്ന, പഠനത്തിനു വേണ്ടി തന്നെ മാറ്റിവെക്കുന്ന ആളുകൾക്കും, വൽ ആമ്മത്തി സാധാരണക്കാർക്കും, മിനൽ ഇഖ്വാൻ മുസ്ലിം സുഹൃത്തുക്കളാൽ സാധാരണക്കാർക്കും പ്രത്യേകക്കാർക്കും ഒക്കെ ഉപകാരം കിട്ടണം. അതിന്റെ മഹാനുഭാവന്റെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കും KICRൽ മുമ്പ് ഫത്ഹുൽ മൊയ്ൻ നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. കാരണം എന്താ? ബഹുമാനപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ് എല്ലാവർക്കും ലഭിക്കണം. പള്ളി ദർസിലോ അറബിക് കോളേജിലോ പോയി നിൽക്കുന്ന ആളുകൾക്ക് മാത്രം കിട്ടിയാൽ പോരാ. ഇത് എല്ലാ മേഖലകളിലുള്ള ആളുകൾക്കും പഠിക്കാൻ, ഉപകാരം കൈക്കൊള്ളാൻ സാധിക്കണമെന്നത് ഇത് രചിച്ച മഹാനുഭാവന്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. നാടിന്റെ നാനാഭാഗങ്ങളിലും ഫത്ഹുൽ മൊയ്ൻ എല്ലാ കോളേജുകളിലും, അറബിക് കോളേജിലും, ഒരു കോളേജിൽ നിന്നും മാറ്റപ്പെടാത്ത ഒരു കിതാബാണ്. പല ഗ്രന്ഥങ്ങളും ചില ആവശ്യാനുസരണം ചില കോളേജുകളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഫത്ഹുൽ മൊയ്ൻ ഇന്നേ വരെ ഒരു കോളേജിൽ നിന്നും മാറ്റിയതായി അറിവിലില്ല. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അറിയിക്കണം. ഫത്ഹുൽ മൊയ്ൻ എല്ലാ നാടുകളിലും അറബിക് കോളേജുകളിലും ഒക്കെയും പഠിപ്പിക്കപ്പെടുന്നു എന്നതാണ്. അപ്പൊ ആ ബഹുമാനപ്പെട്ട ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കാം. മാത്രമല്ല ചില പള്ളി ദർസുകളിൽ പോലും, ചില നാടൻ സ്വദേശി ദർസുകളിൽ പോലും ഫത്ഹുൽ മൊയ്ൻ ഓതപ്പെടാറുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ടവർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചപ്പോ അതിനുള്ളൊരു സേവകരാവാൻ നമുക്കൊക്കെ ഉള്ള ഭാഗ്യം തന്നു. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. കാരണം തുടങ്ങാൻ വലിയ എളുപ്പവും സന്തോഷമൊക്കെ ഉണ്ടാകും, പിന്നീട് നിലനിർത്തി കൊണ്ടുപോകാനാണ് പണി. അള്ളാഹു നിലനിർത്താൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. എല്ലാ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ഇത് മുന്നോട്ട് പോകണം. അത് നമ്മുടെയും പ്രാർത്ഥനയാണ്. ബഹുമാനപ്പെട്ട മുസന്നിഫിന്റെ, ബഹുമാനപ്പെട്ട ഗ്രന്ഥകാരൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന പോലെ തന്നെ നമ്മളും പ്രാർത്ഥിക്കുന്നു. പടച്ചവനെ, നമുക്കും ഇത് തുറന്നു കൊണ്ടുപോകാനും ഇത് എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടാനും നീ തൗഫീക്ക് ചെയ്യണേ എന്ന് നമ്മൾ ദുആ ചെയ്യാം. അസ്അലുല്ലാഹൽ കരീമൽ മന്നാൻ അൻ യഉമ്മൽ ഇന്തിഫാഉ ബിഹി ലിൽ ഖാസത്തി വൽ ആമ്മത്തി മിനൽ ഇഖ്വാൻ എന്ന് നമ്മളും ദുആ ചെയ്യാം. അതോടൊപ്പം ഒന്ന് അതാണ് ബഹുമാനപ്പെട്ടവരുടെ ലക്ഷ്യം. ഈ ഗ്രന്ഥം രചിച്ചതിന്റെ പിന്നിൽ ബഹുമാനപ്പെട്ട ഒരു ഒന്നാമത്തെ ലക്ഷ്യം സർവ്വ ആളുകൾക്കും ഇത് മുഖേന ഉപകാരം കിട്ടണം. ഈ ഉപകാരം കിട്ടിയാൽ എന്താ? ഇത് ബഹുമാനപ്പെട്ടവർക്ക് വലിയ ഉപകാരമാണ്. കാരണം മരിച്ചാലും അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടതാണ് ഇൽമുൻ നാഫിഅ്. നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ അതിന്റെ കൂടി ഒരു പ്രതിഫലം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിലേക്ക് ലഭിക്കുന്നു. നമ്മുടെ ഉസ്താദുമാരായ മഹാന്മാരുടെയൊക്കെ ഹളറത്തിലേക്ക് നടക്കുന്നു. അതെ, ബഹുമാനപ്പെട്ട നിസാർ ഫൈലി ഉസ്താദ് നമ്മുടെ ക്ലാസ് റൂമിലെ സജീവ സാന്നിധ്യമായിരുന്നു. ഇപ്പൊ അല്പം പിന്നോട്ടാണ്. എന്നാലും ബഹുമാനപ്പെട്ടവര് ഇരിക്കൂർ സിദ്ദീഖ് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് പൊതുജനങ്ങൾക്ക് ഫത്ഹുൽ മൊയ്ൻ ദർസ് എടുക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട യുബ്ലാത്തൂർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പല രൂപത്തിലും എല്ലാവരിലേക്കും ഫത്ഹുൽ മൊയ്ൻ വ്യാപകമാവുക എന്നത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ലക്ഷ്യമാണ്. അതിനൊരു നിമിത്തമായിട്ട് നമ്മളെ അള്ളാഹു മാറ്റിയെന്ന് മാത്രം.
അള്ളാഹ് അങ്ങനെ നമ്മൾ നിയമിച്ചിക്കില്ല. അപ്പൊ ഒന്നാമത്തെ ലക്ഷ്യം സർവ്വ ആളുകൾക്കും ഉപകാരം കിട്ടണം. അങ്ങനെ ഉപകാരം കിട്ടുമ്പോ അവരൊക്കെയും നിർവഹിക്കുന്നതിന്റെ ഒക്കെ പ്രതിഫലം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്കും ലഭിക്കുന്നു. അപ്പൊ അർത്ഥം തിരിയാത്തുണ്ടെങ്കിൽ പറയണേ. അമ്മ എന്ന് പറഞ്ഞാൽ വ്യാപകമാവുക എന്നാണ്. ഇന്തിഫാ എന്ന് പറഞ്ഞാൽ ഉപകാരം കൈക്കൊള്ളുക. ലിൽ ഖാസ എന്ന് പറഞ്ഞാൽ പ്രത്യേകക്കാർ. വൽ അമ്മ പൊതുജനങ്ങൾ അല്ലെങ്കിൽ മൊത്തമായുള്ള ആളുകൾ. മിനൽ ഇഖ്വാൻ സഹോദരങ്ങളാൽ. വഅൻയുസ്കിനനി എന്നെ അല്ലാഹു താമസിപ്പിക്കലിനെയും അല്ലാഹു എന്നെ താമസിപ്പിക്കലിനെയും ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. ബിഹി ഈ ശറഹ് കൊണ്ട്, ഈ ശറഹ് നിമിത്തമായി, ഈ ശറഹ് കാരണമായി എന്നെ അള്ളാഹു പ്രവേശിപ്പിക്കണം. വഅൻയുസ്കിനനി സക്കന എന്ന് പറഞ്ഞ താമസിക്കുക. മസ്കൻ താമസിക്കുന്ന സ്ഥലത്തിന് പറയും മസ്കൻ അല്ലെ, മസ്കൻ എന്ന് പറയും. വഅൻയുസ്കിനനി എന്നെ അള്ളാഹു താമസിപ്പിക്കലിനെയും ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. ബിഹി ഈ ശറഹ് കാരണമായിട്ട് ഏതെങ്കിലും ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ഇജാബത്ത് കൂടുതൽ സാധ്യതയുള്ളതാണ്. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തി റബ്ബിനോട് തവസ്സുൽ ചെയ്യുമ്പോ ഇജാബത്തിന് സാധ്യത ഏറെയാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. 3 ആളുകൾ ഗുഹയിലകപ്പെട്ടതും അവര് ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തതും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ഏതായാലും അങ്ങനെ ഒരു സൽക്കർമ്മത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കാൻ. വഅൻയുസ്കിനനി എന്നെ അള്ളാഹു താമസിപ്പിക്കലിനെയും ബിഹി ഈ ശറഹ് കാരണമായി അൽ ഫിർദൗസ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ പദവിയാണല്ലോ ഫിർദൗസ്. ആ ഫിർദൗസിൽ താമസിപ്പിക്കണം. ഫീ ദാരിൽ അമാൻ എവിടെയാണ് ഫിർദൗസ്? ഫീ ദാരിൽ അമാൻ സുരക്ഷിതത്വത്തിന്റെ വീട്. ഒരു പേടിയുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒന്നുമില്ല. വളരെ സുന്ദരമായ ദാറുൽ അമാനാകുന്ന സുരക്ഷിതത്വത്തിന്റെ ഭവനമായ സ്വർഗീയ ലോകത്ത് ഉന്നതമായ സ്ഥാനമായ ഫിർദൗസിൽ എന്നെ നീ താമസിപ്പിക്കണേ എന്നതിനെയും ഞാൻ അല്ലാഹുവേ നിന്നോട് ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും ചോദിക്കാം. ഇങ്ങനെ ഓൺലൈനിലൂടെ ചീഞ്ഞളിഞ്ഞ ഓൺലൈൻ സംവിധാനങ്ങൾ വികസിക്കുമ്പോഴും ഇത്തരം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിക്കാൻ, ദീനിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ KSR ഉപയോഗപ്പെടുത്തുന്ന ഈ ഒരു ഉപയോഗം സ്വർഗപ്രവേശനത്തിന് അള്ളാഹു നമുക്ക് നിമിത്തമാക്കി തരുമാറാവട്ടെ. വഅൻയുസ്കിനനി ബിഹിൽ ഫിർദൗസ് ഇത് കാരണം ഫിർദൗസിൽ അള്ളാഹു നമ്മളെ താമസിപ്പിക്കട്ടെ. ഫീ ദാരിൽ അമാൻ സുരക്ഷിതത്വമുള്ള ഭവനത്തിൽ. കാരണം അള്ളാഹിനോട് ചോദിക്കാൻ പറ്റുള്ളൂ. ഇന്നഹു അക്റമു കരീം വഅർഹമു റഹീം. ഇന്നഹു അക്റമു കരീം. അള്ളാഹു ഉദാരന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ഔദാര്യവാനാണ്. ഔദാര്യം ചെയ്യുന്നവർ പ്രത്യക്ഷത്തിൽ പലരും ഉണ്ടായേക്കാം. അവരിൽ വെച്ചൊക്കെ ഏറ്റവും വലിയ ഔദാര്യവാൻ അള്ളാഹുവാണ്. ഇന്നഹു അക്റമു കരീം. ഔദാര്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ ഔദാര്യം ചെയ്യുന്നവൻ, ഉദാരശീലൻ അള്ളാഹുവാണ്. വഅർഹമു റഹീം. കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാൻ അത് അള്ളാഹുവാണ്. അതുകൊണ്ട് പടച്ചവനെ നിന്നോടാണ് ചോദിക്കുന്നത്, നീ നൽകണേ അല്ലാഹ് എന്ന ഒരു പ്രാർത്ഥനയോടെയാണ് ഫത്ഹുൽ മുഈൻ എന്ന വ്യാഖ്യാന ഗ്രന്ഥം സൈനുദ്ദീൻ മഖ്ദൂം ആരംഭിച്ചത്. അപ്പൊ എന്ത് ചെയ്തു? ഫത്ഹുൽ മുഈൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് ഗ്രന്ഥം ആരംഭിക്കാനുണ്ട്? ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തി ദീൻ എന്ന മൂലഗ്രന്ഥം. മൂലഗ്രന്ഥത്തിന്റെ അറബി സാധാരണക്കാരായ ഏതെങ്കിലും സുഹൃത്തൊന്ന് എഴുതണം. മൂലഗ്രന്ഥത്തിന് പറയുന്ന പേര് ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ സുഹൃത്ത് എഴുതണം എന്ന് ആവശ്യപ്പെടുക. ബഹുമാനപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളിൽ സാധാരണക്കാരായ ആളുകൾ മൂലഗ്രന്ഥത്തിന് എന്താണ് അറബി എന്ന് ഞാൻ കുറെ നേരം പറഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ സ്ഥലം പിടിച്ചോ എന്നറിയാനാണ് ആ അറബി ഒന്ന് എഴുതുക. ഇംഗ്ലീഷിൽ എഴുതിയാലും മതി, മലയാളത്തിലായാലും അറബി ആയാലും കുഴപ്പമൊന്നുമില്ല. ആ അറബി ഒന്ന് എഴുതണമെന്ന് എന്റെ സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുന്നു. മൂലഗ്രന്ഥത്തിന്, വ്യാഖ്യാന ഗ്രന്ഥത്തിനല്ല, മൂലഗ്രന്ഥത്തിന് എന്താ പറയാം? നൂറുൽ ഇസ്ലാം കേട്ട് തെറ്റിയിട്ടുണ്ടാകും. വ്യാഖ്യാന ഗ്രന്ഥത്തിനല്ല. അതെ, വ്യാഖ്യാന ഗ്രന്ഥത്തിന് ഷറഹ് എന്നും മൂലഗ്രന്ഥത്തിന് പറയുന്ന പേരെന്താണ്? മത്തിന് എന്നാണ്. മത്തിന്. മൂലഗ്രന്ഥം എഴുതിയ ആളെ കുറിച്ച് മാത്തിൻ എന്ന് പറയും. മാത്തിൻ. ഷറഹ് വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ ആളെ കുറിച്ച് ഷാരിഹ് എന്നും പറയും.
ചിലപ്പോ ചില പ്രയോഗങ്ങളൊക്കെ അത് കടന്നു വരും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുന്നത്. കാരണം എപ്പോഴും അതൊക്കെ പിടുത്തമുള്ള ആളുകൾക്ക് ചിലപ്പോഴൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ വരുന്ന പ്രയോഗം ചിലപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിലും വരും. അപ്പോഴൊക്കെ സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെടുന്നത് ചോദിച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വ്യക്തമായി പറയാം. അതുകൊണ്ട് ഒന്ന് ഓർമ്മിച്ചു വെക്കുക. മൂലഗ്രന്ഥത്തിന് മത്തിനെന്നും അത് എഴുതിയ ആൾക്ക് മാത്തിനെന്നും പറയും. വ്യാഖ്യാന ഗ്രന്ഥത്തിന് ഷറഹെന്നും അത് എഴുതിയ ആൾക്ക് ഷാരിഹ് എന്നും പറയും. അപ്പം ഫത്ഹുൽ മുഈൻ ഏതാണ് മത്തിന് എന്ന് പറഞ്ഞ മത്തിനിന്റെ പേര് പറഞ്ഞോളൂ. ഒന്ന് മത്തിനിന്റെ പേര് സുഹൃത്തുക്കൾ എഴുത്. മത്തിനിന്റെ പേരെന്താണ് എന്നൊന്ന് എഴുതൂ. മത്തിനിന്റെ പേരെന്താണ്? മത്തിനിന്റെ പേരൊന്ന് എഴുതിയാൽ കൊള്ളാം. സുഹൃത്തുക്കളെ, മത്തിനിന്റെ പേരെന്താണ്? നമ്മൾ ഓതുന്ന ഗ്രന്ഥത്തിന്റെ മത്തിനിന്റെ പേര്. അതെ, ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ, അതാണ് മത്തിനിന്റെ പേര്. ഷറഹിന്റെ പേരാണെന്ത്? ഫത്ഹുൽ മുഈൻ ബി ഷറഹി ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ. ഇവിടെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞത് ഫത്ഹുൽ മുഈൻ ബി ഷറഹി ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ ആണ് ആരംഭിച്ചത്. ഇനി ആ കിതാബൊക്കെ കയ്യിലുള്ള മുന്നിൽ വെക്കുന്ന അതുപോലെ ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം വീണ്ടും ബിസ്മി കാണും. നേരത്തെ ഒരു ബിസ്മിയൊക്കെ ഓതി നമ്മൾ തുടങ്ങിയവരാണ്. ഇനി വീണ്ടും ഒരു ബിസ്മി കാണും. ഒന്ന് പേസ്റ്റ് ചെയ്തോളൂ. ബഹുമാനപ്പെട്ട അബ്ദുള്ള തോട്ടക്കാട് സാഹിബ് എന്തോ ബിസിയാണെന്നാണ് തോന്നുന്നത്. അയ്യൂബ്ലാത്തൂർ സാഹിബ് ഒന്ന് അത് പേസ്റ്റ് ചെയ്യണമെന്ന് അറിയിക്കാം. കയ്യിലുണ്ടാവുമല്ലോ അല്ലെ? വീണ്ടും കാണാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നലെ ഒരു ബിസ്മി നമ്മൾ ഓതി. ഇനി വീണ്ടും അതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ബർക്കത്ത് ഉദ്ദേശിച്ചവനായ നിലയിൽ ഞാൻ ആരംഭിക്കുന്നു, ഞാൻ രചിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് തെറ്റിപ്പോയതൊന്നുമല്ല. ആദ്യം വ്യാഖ്യാന ഗ്രന്ഥം തുടങ്ങി, എന്നിട്ട് മൂലഗ്രന്ഥമാകുന്ന മത്തിന് ആരംഭിക്കുകയാണ്. മത്തിനിന്റെ ബിസ്മിയാണ് ഈ കാണുന്ന ബിസ്മി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് മത്തിന് മൂലഗ്രന്ഥത്തിന് ചില കിതാബുകളിലൊക്കെയും കിതാബ് നോക്കുന്ന ആളുകൾക്ക് ശരിക്കും വ്യത്യസ്തമായ അടയാളപ്പെടുത്തും. കാരണം മത്തിന് വലിയൊരു അക്ഷരത്തിലും ഷറഹ് ചെറിയ അക്ഷരത്തിലും എഴുതിയിരിക്കാം. ഉദാഹരണത്തിന് മത്തിന് മൂന്നിന്റെ വലിപ്പത്തിലും ഷറഹ് ഒന്നിന്റെയോ വലിപ്പത്തിലോ ഉണ്ടാകാം. ആ നിലക്കാണ് അതിന്റെ ഘടന നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായാലും അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ ചില മറ്റു കിതാബുകൾ ബ്രാക്കറ്റ് ഇട്ടോ. നമ്മൾ ഇവിടെ ബ്രാക്കറ്റ് ചിലയിടത്ത് കാണുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ടോന്ന് അറിയില്ല. ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങൾ കൊണ്ടും ബർക്കത്ത് ആഗ്രഹിച്ചവനായ നിലയിൽ ഞാൻ ഈ കിതാബ് ആരംഭിക്കുന്നു എന്നാണ് നമ്മൾ പറയുക. കിതാബ് ഓതാൻ ആരംഭിക്കുന്നു. മുസന്നിഫിനെ സംബന്ധിച്ചിടത്തോളം കിതാബ് രചിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഉ അല്ലിഫു. അതിന്റെ ഇപ്പുറത്ത് കാണുന്ന പദം ഉ അല്ലിഫു എന്ന് വായിക്കണം. ഉ അല്ലിഫു, ഞാൻ രചിക്കുന്നു. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് ബർക്കത്ത് തേടിയവനായ നിലയിൽ ഞാൻ രചിക്കുന്നു. ഇത് പറഞ്ഞയാള് മുസന്നിഫാണ്, ഗ്രന്ഥകാരനാണ് രചിക്കുന്നു എന്ന് പറയുന്നത്. നമ്മളാകുമ്പോൾ പറയേണ്ടത് ഞാൻ ഓതുന്നു. ഇങ്ങനെ തുടങ്ങി ഓരോന്നും. ഏതായാലും ഉ അല്ലിഫു, ഉ അല്ലിഫ്, തഅലീഫ് എന്ന് പറയും. ഗ്രന്ഥരചനക്ക് പറയുന്ന പേര് തഅലീഫ് എന്നാണ്. ഗ്രന്ഥരചനക്ക് തഅലീഫ് എന്ന് പറയും. ഗ്രന്ഥരചന അല്ലെങ്കിൽ തസ്നീഫ് എന്നും പറയും. തഅലീഫ് അല്ലെങ്കിൽ തസ്നീഫ്. ഗ്രന്ഥരചന എന്നതിന് പറയുന്ന രണ്ട് പ്രയോഗങ്ങളാണ് തഅലീഫ് അല്ലെങ്കിൽ തസ്നീഫ്. ഗ്രന്ഥകാരനെ കുറിച്ച് മുഅല്ലിഫ് എന്നോ മുസന്നിഫ് എന്നോ പറയും. മുഅല്ലിഫ് ഒരു മീം അധികമുണ്ട്, സോറി. മുഅല്ലിഫ് അല്ലെങ്കിൽ മുസന്നിഫ്, ഇങ്ങനെ മൂന്ന് പ്രയോഗമാണ്. മനസ്സിലാക്കുക, രണ്ട് പ്രയോഗം. ഗ്രന്ഥകാരന് ഗ്രന്ഥരചനക്ക് തഅലീഫ് എന്നോ തസ്നീഫ് എന്നോ പറയും. ഗ്രന്ഥകാരനെ കുറിച്ച് മുഅല്ലിഫ് എന്നോ മുസന്നിഫ് എന്നോ പറയും. ശരിക്കും മനസ്സിലാക്കണേ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് കൂടുതൽ പരിചയമില്ലാത്ത ആളുകൾ. ഇവിടെ ടെക്സ്റ്റും പേസ്റ്റൊക്കെ അടിക്കുന്ന ഉസ്താദുമാരൊക്കെ പ്രവർത്തകരൊക്കെ ഏകദേശം പരിചയമുള്ളവരായിരിക്കും. അല്ലാത്തവരോട് കൂടുതൽ മനസ്സിലാക്കണമെന്ന് പറയാണ്. അല്ലെങ്കിൽ പിന്നെ എന്റെ ഈ ആവർത്തനമൊക്കെ വെറുതെ ആയി പോകും. അതുകൊണ്ട് വേസ്റ്റ് ആകരുത് എന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിക്കുകയും ചെയ്യും. അപ്പൊ മുഅല്ലിഫ്, മുസന്നിഫ്, ഗ്രന്ഥകാരൻ. അപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് ഉ അല്ലിഫു, അതായത് ഞാൻ രചിക്കുന്നു.
റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് ബർക്കത്ത് ഉദ്ദേശിച്ചവനായ നിലയിൽ ഞാൻ രചിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനിയാണ്, ഇതാണല്ലോ മത്തിനി, ബിസ്മി മത്തിനായി വന്നു, ബിസ്മി മൂലഗ്രന്ഥമായി വന്നു, മൂലഗ്രന്ഥത്തിന്റെ ഭാഗമാണ് ബിസ്മി. ഇനി എന്ത് ചെയ്യണം? ഈ ബിസ്മിയിലെ ഓരോ പദങ്ങളെയും പരിചയപ്പെടുത്തി തരിക എന്നത് ഷറഹിന്റെ പണിയാണ്, ഡ്യൂട്ടിയാണ്. വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ പണിയാണ് ഈ ബിസ്മിയിൽ വന്ന ഓരോന്നിനെ കുറിച്ചും ചെറിയ രൂപത്തിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത്. ആ പരിചയപ്പെടുത്തലിന്റെ ഭാഗമാണ് ഐ ഉഅല്ലിഫു. അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യമുണ്ട് അല്ലെ. ബിസ്മി എന്ന് പറഞ്ഞാൽ ബായിന്റെ അർത്ഥം പലർക്കും അറിയായിരിക്കും. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഇസ്മ കൊണ്ട് എന്താക്കുന്നു, അതായത് ഉഅല്ലിഫു. ഒന്നാമതായി പൂർത്തീകരിച്ചതാണത്. ബിസ്മി എന്ന് പറയുന്നത് ബാ ഒരു അക്ഷരമാണ്. അക്ഷരത്തിനൊരിക്കലും പൂർണ്ണ അർത്ഥം ഉണ്ടാവൂല. അമേരിക്കയിൽ നിന്ന് എന്തായി എന്ന് ചോദിക്കും. നിന്ന് എന്നുള്ളത് ഒരു അക്ഷരമാണ്. അതുപോലെ തന്നെ ബസറയിലേക്ക് എന്ത്, ഇങ്ങനെ ഓരോ രൂപത്തിലും ഒരു അക്ഷരമാകുമ്പോൾ അതിന് പൂർണ്ണ അർത്ഥം ഉണ്ടാകൂല. അക്ഷരങ്ങളാകുമ്പോൾ അതിന് പൂർണ്ണമായ മീനിങ് ഉണ്ടാവില്ല. പൂർണ്ണ മീനിങ് ഇല്ലെങ്കിൽ ആ അർത്ഥം പൂർത്തിയാവണമെങ്കിൽ മറ്റു പലതിന്റെയും ആവശ്യമാവും. ആ ആവശ്യമുള്ളതിനെയാണ് ചേർത്തു കൊടുത്തത്. ബിസ്മില്ലാഹി ഉഅല്ലിഫു, അള്ളാഹിന്റെ ഇസ്മ കൊണ്ട് ഞാൻ രചിക്കുന്നു, അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് ഞാൻ രചിക്കുന്നു എന്ന് ചേർത്തു കൊടുത്തു. ഒന്നാമത്തേതായി മാന പൂർത്തീകരിക്കണം. പിന്നെ ഇനി ബഹുമാനപ്പെട്ടവർ എന്താണ് ഇസ്മ, എന്താണ് അള്ളാഹ്, എന്താണ് റഹ്മാൻ, എന്താണ് റഹീം, ഇതാണ് പരിചയപ്പെടുത്തുന്നത്. കേട്ടോളൂ. വൽ ഇസ്മു, ഇസ്മിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം, പേര്, നാമം എന്നൊക്കെയാണ് അല്ലെ. എന്നാൽ ഈ ഇസ്മ എന്ന പദം അറബിയിലെ ഏതു പദത്തിൽ നിന്നാണ് കടന്നു വന്നത് എന്നാണ് അടുത്ത പറയുന്നത്. വൽ ഇസ്മു, ഇസ്മ എന്ന പദം, വൽ ഇസ്മു, ഇസ്മ എന്ന പദം മുസ്തഖുൻ, പിടിച്ചെടുക്കപ്പെട്ടതാകുന്നു. മുസ്തഖുൻ, പിടിച്ചെടുക്കപ്പെട്ടതാകുന്നു. സുഹൃത്തുക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണേ. എല്ലാ ലഫ്ലിന്റെ ശരിയായ അർത്ഥം നിങ്ങൾക്ക് ഒരു പക്ഷേ പരിചയമില്ലാത്ത രൂപത്തിലുള്ള പദങ്ങളൊക്കെ വന്നേക്കാം. വൽ ഇസ്മു, ഇസ്മ എന്ന പദം മുസ്തഖുൻ, പിടിച്ചെടുക്കപ്പെട്ടതാകുന്നു. മിനസ്സുമുവ്വി, സുമുവ് എന്നൊരു പദമുണ്ട്. അടിസ്ഥാനപരമായി സുമുവ് എന്നൊരു പദം അറബിയിൽ ഇങ്ങനെ പറയും എന്ന് പറഞ്ഞാൽ ഒരു ലഫ്ല്, ഒരു ഇസ്മ, ഒരു അക്ഷരം, ഒരു വാക്ക്, ആ വാക്ക് പിടിച്ചെടുത്തതിന് മുന്നിൽ മറ്റൊരു പദം ഉണ്ടാവും. ആ പദത്തിൽ നിന്നാണ് ഈ പദം ഉണ്ടായത് എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. അതിനെക്കുറിച്ചാണ് മുസ്തഖ് എന്ന് പറയാം. ഒരു പ്രയോഗം മറ്റൊന്നിൽ നിന്ന് കടമെടുത്തതാണ്, അല്ലെങ്കിൽ മറ്റൊന്നിൽ നിന്ന് ഉണ്ടായിത്തീർന്നതാണ്. ഒരു വാക്ക് മറ്റൊന്നിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പൊ വൽ ഇസ്മു, ഇസ്മ എന്ന പദം മുസ്തഖുൻ, പിടിച്ചെടുക്കപ്പെട്ടതാകുന്നു. മുസ്തഖുൻ, പിടിച്ചെടുക്കപ്പെട്ടതാകുന്നു. മിനസ്സുമുവ്വി, സുമുവ് എന്ന പദം. സുമുവ് എന്ന ഒരു പദം ആദ്യമേ നന്നായി പ്രയോഗത്തിലുണ്ട്. ആ സുമുവിൽ നിന്നാണ് ഇസ്മ കടന്നു വന്നത്. സുമുവ് എന്ന പദത്തിന്റെ അർത്ഥമോ വഹുവ. സുമുവ് എന്ന് പറഞ്ഞാൽ അൽ ഉലുവു, ഉന്നതമാവുക, ഔന്നിത്യമുള്ളതാവുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇസ്മ എന്ന പദത്തിന്റെ അടിസ്ഥാന പദം സുമുവ് എന്നതാണെന്നും സുമുവിന്റെ അർത്ഥമാണെങ്കിൽ വഹുവ. സുമുവ് എന്ന് പറയുന്നത് അൽ ഉലുവു, ഔന്നിത്യമുള്ളതാവുക. ആലി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആലി, ആലിയ എന്നൊക്കെ പറയും, ഉന്നതമായത്. ഹയർ സെക്കൻഡറിക്ക് പറയും അസാനവിയത്തുൽ ആലിയ, അല്ലെങ്കിൽ ഒലിയ എന്നൊക്കെ പ്രയോഗിക്കും. എന്ന് പറഞ്ഞാൽ മേലെയായത്, ഉന്നതമായത് എന്നാണ്. അപ്പം വൽ ഇസ്മു, ഇസ്മ എന്ന പദം മുസ്തഖുൻ, പിടിച്ചെടുക്കപ്പെട്ടതാകുന്നു. മിനസ്സുമുവ്വി, സുമുവ് എന്ന ധാതുവിൽ നിന്ന്, സുമുവ് എന്ന പദത്തിൽ നിന്ന്. സുമുവ് എന്ന പദത്തിന്റെ അർത്ഥമോ വഹുവ. സുമുവ് എന്ന് പറയുന്നത് അൽ ഉലുവു, മേലെയാവുക, ഔന്നിത്യമുള്ളതാവുക എന്നതാണ്. ഔന്നിത്യം, ഉന്നതമാവുക. ഇവിടെ മഹാന്മാരായ പലരും പറയുന്ന, ഒരാൾക്കൊരു വസ്തുവിന് പേരിടണമെങ്കിൽ പേരും ഈ വസ്തുവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകുന്ന. അതിവിടെയുള്ളത് ഉന്നതമായ വസ്തുക്കൾക്കേ പേരിടുള്ളൂ. നാട്ടിലൂടെ നടക്കുന്ന നായകൾക്കോ പൂച്ചകൾക്കോ പേരിടൂല. അതേസമയത്ത് ഒരാൾ ആദരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന പൂച്ചക്കും പട്ടിക്കൊക്കെ പേരിടും. പേര് പലപ്പോഴും കടന്നു വരിക ആദരണീയ വ്യക്തിത്വങ്ങൾക്കായിരിക്കും എന്നർത്ഥം. ആദരണീയമായ വസ്തുക്കൾക്കാണ് പേര് നൽകപ്പെടുക. ആദരണീയമായ വസ്തുക്കൾക്കാണ് പേര് നൽകപ്പെടുക. അപ്പോൾ ആദരവും പേരും തമ്മിലുള്ള ബന്ധം അതാണ്.
ആദരണീയമായ വസ്തുക്കൾക്കാണ് പേര് നൽകപ്പെടുക. ആദരവ്, ഔന്നിത്യം എന്ന പദമുള്ള സുമുവ് എന്ന പദത്തിൽ നിന്നാണ് ഇസ്മി എന്ന പദം കടന്നു വന്നത് എന്നർത്ഥം. വൽ ഇസ്മു, ഇസ്മ എന്ന പദം മുസ്തഖുൻ പിടിച്ചെടുക്കപ്പെട്ടതാകുന്നു മിന സുമുവി, സുമുവ് എന്നതിൽ നിന്ന്. എന്താ ഈ സുമുവിന്റെ അർത്ഥം? സമാ എന്ന് പറയലുണ്ടല്ലോ, സമാ മേലെ എന്നാണ്, ഉന്നതമായത്. സമാ ഉന്നതമായി, സമാ എന്ന് പറയും. സമാ ഉന്നതമായി, സമാ മേലെയുള്ളത്, ഉന്നതമായത് എന്നൊക്കെ അർത്ഥം വരും. ആകാശത്തിന് തന്നെ സമാ എന്ന് പറയലുണ്ടല്ലോ, മേലെയായതുകൊണ്ടാണ്. സമാ മേലെയാണ്. വൽ ഇസ്മു, അത് സമായിന് ആകാശം എന്നർത്ഥം, അതായത് മേലെയാണെന്നർത്ഥം. വൽ ഇസ്മു, ഇസ്മി എന്ന പദം മുസ്തഖുൻ പിടിച്ചെടുക്കപ്പെട്ടതാകുന്നു. മിനസ്സുമുവി, ശക്ക എന്ന് പറഞ്ഞ ശരിക്കും അതിന്റെ മലയാള അർത്ഥം കീറാണ്. കീറ, സുമുവിന് കീറി ഉണ്ടായതാണ് ഇസ്മു എന്നാണ് വേണമെങ്കിൽ അർത്ഥം പറയാം. ശക്ക എന്ന് പറഞ്ഞ കീറി എന്നാണ് അർത്ഥം. ഒരു ഹദീസിൽ കാണാം, വശക്കാലഹു മിൻ ഇസ്മിഹി ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു എന്ന് പറഞ്ഞ ഒരു ഹദീസ് കാണാം, ഒരു പദ്യം കാണാം. ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയതാണെന്നാണ് എന്റെ ഓർമ്മ. അതായത് അള്ളാഹുവിന്റെ ഇസ്മിൽ നിന്ന് തന്നെയാണ് മുഹമ്മദ് നബിക്കും അള്ളാഹു ഇസ്മു കൊടുത്തത്. ഇങ്ങനെ ഫദുൽ അർശി മഹ്മൂദുൻ, അർശിന്റെ ഉടമസ്ഥൻ അള്ളാഹു മഹ്മൂദാണ്, അള്ളാഹു പുണ്യനബി മുഹമ്മദാണ് എന്ന് പറഞ്ഞിട്ടൊരു പദം കാണാം. ഏതായാലും ശക്ക എന്ന് പറഞ്ഞ കീറുക, ഇസ്മി എന്ന പദം കീറിയെടുക്കാം. വഹുവൽ ഉലുവ്വു, അത് ഉന്നതമാവുക എന്നതാണ്. എന്നാൽ മറ്റു ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, ഇസ്മി എന്ന പദം കടന്നു വന്നത് സുമുവിൽ നിന്നല്ല, വസ്മി എന്ന പദത്തിൽ നിന്നാണ്. അതിനെ മുസന്നിഫ് റഹിമഹുല്ല, അതായത് സൈനുദ്ദീൻ മഖ്ദൂം അതിനെ എതിർക്കുന്നു. ലാ മിനൽ വസ്മി, ഏതിൽ നിന്നല്ല? വസ്മ് എന്ന പദത്തിൽ നിന്നല്ല. മനസ്സിലാക്കണേ, ഇസ്മിനെ പിടിച്ചെടുക്കപ്പെട്ടത് സുമുവ് എന്ന പദത്തിൽ നിന്നാണ്. ആ സുമുവ് എന്ന പദത്തിന്റെ അർത്ഥം ഔന്നിത്യം എന്നതാണ്. എന്നാൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇസ്മി എന്ന് കടന്നു വന്നത് വസ്മ് എന്ന പദത്തിൽ നിന്നാണ്. അതിനെ മുസന്നിഫ് എതിർക്കുന്നു. ലാ മിനൽ വസ്മി, അത് വസ്മിൽ നിന്നല്ല. ലാ മിനൽ വസ്മി, അത് വസ്മി എന്ന പദത്തിൽ നിന്നല്ല. എന്താ ഈ വസ്മി എന്ന പദത്തിന്റെ അർത്ഥം? വഹുവൽ അലാമ, അടയാളം. പേര് എന്ന് പറയുന്നത് പലർക്കുള്ള അടയാളാണല്ലോ. അല്ലേ മനുഷ്യനെ പറഞ്ഞാൽ തിരിയോ? എന്ത് പറഞ്ഞിട്ടാ തിരിയിക്കുക? പേര് കൊണ്ടാണല്ലോ നമ്മൾ ആളുകളെ തിരിയാൻ നമുക്ക് എളുപ്പത്തിലുള്ള മാർഗം. അപ്പൊ ആ നിലക്ക് അടയാളം എന്ന അർത്ഥത്തിലുള്ള വസ്മി എന്ന പദത്തിൽ നിന്നാണ് ഇസ്മ കടന്നു വന്നതെന്നാണ് മറ്റൊരു കൂട്ടരുടെ അഭിപ്രായം. ആ അഭിപ്രായത്തെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തള്ളുകയാണ് ചെയ്യുന്നത്. ലാ മിനൽ വസ്മി, ഇസ്മി എന്ന പദം കടന്നു വന്നത് വസ്മിൽ നിന്ന് അല്ല. വഹുവൽ അലാമ, വസ്മ് എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ് അർത്ഥം. ചില ആളുകളൊക്കെയും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇസ്മ വന്നത് വസ്മിൽ നിന്നാണ്. ഏതായാലും ഒരു ലഫ്ലിയായ ചർച്ചയാണ്. അത് ലഫ്ലിയായ ചർച്ചയാണല്ലോ, നമുക്ക് വിടാമെന്ന് കരുതാതെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ പഠിക്കാൻ ഒന്ന് മുന്നോട്ട് വന്നാൽ ഖൈറാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ഭാഗം ഒന്ന് സുഹൃത്തുക്കൾ ആരെങ്കിലും പേസ്റ്റ് ചെയ്യുക. ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ തോട്ടക്കാട് ലൈനിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെ, വല്ലാഹു പിന്നെയുള്ള പദം. അപ്പൊ ബിസ്മിയുമായി ബന്ധപ്പെട്ട് ബാഇന്റെ ഒരു ചർച്ചക്കാണ് ഉഅല്ലിഫു എന്ന് പറഞ്ഞത് അല്ലെ. ബിസ്മി എന്നതിന്റെ ബാഇന്റെ മാന പൂർത്തിയാവാനാണ് ആദ്യം ഉഅല്ലിഫു എന്ന് എഴുതിയത്. കണ്ടല്ലോ അല്ലെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഐ ഉഅല്ലിഫു എന്ന് കണ്ടല്ലോ. ബിസ്മിയുടെ ബാഇന്റെ മാന പൂർത്തിയാവാൻ ഉഅല്ലിഫു എന്നെഴുതി. അതിനുശേഷം ഇസ്മിനെ കുറിച്ച് ചെറിയ രൂപത്തിൽ ചർച്ച നടത്തി. ഇനി ചർച്ച ചെയ്യേണ്ടത് അല്ലാഹ് എന്നതിനെ കുറിച്ചാണ് അല്ലെ. വല്ലാഹു, അല്ലാഹ് എന്ന പദം, വല്ലാഹു അല്ലാഹു എന്ന പദം അലമുൻ, അതൊരു അലമാണ്. ഒരാളുടെ അലമുൻ പേരാണ്. സാധാരണയിൽ നമുക്കൊക്കെയും പേരുകളുണ്ട്. മുഹമ്മദ് അലി എന്നും അബ്ദുള്ള എന്നും അയ്യൂബ് എന്നും മെഹബൂബ് എന്നും അബ്ദുള്ള എന്നും അതുപോലെ അങ്ങനെ തുടങ്ങി ഓരോരുത്തർക്കും വ്യത്യസ്തമായ പേരുണ്ട്. ഈ പേരുകൾ പോലെയെന്ന് വെക്കണ്ട. വല്ലാഹു, അല്ലാഹ് എന്നത് അലമുൻ. അലമ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെയുള്ള നാമങ്ങൾക്കാണ് അലമ് എന്ന് പറയാം. നമുക്കൊക്കെയുള്ള സ്പെഷ്യലൈസ് പേരുകൾ.
ഓരോരുത്തർക്കും. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, മനുഷ്യന്മാരുടെ വിഭാഗത്തിൽ പുരുഷനാണ്. അതൊന്നും നമ്മുടെ പേരല്ല. നമ്മുടെ പേര് നമുക്ക് നൽകപ്പെട്ട പേരാണ് ഷരീഫ്, അബ്ദുള്ള എന്നൊക്കെ പറയുന്നത് പോലുള്ള പേരാണ്. ഈ പേര് പോലെ അള്ളാഹുവിന്റെ ഒരു നാമമാണ് അള്ളാഹ് എന്നത്. വല്ലാഹു, അള്ളാഹ് എന്നത് അലമുൻ, ഒരു പേരാണ്. ആരുടെ? മുഹമ്മദ് അലി എന്ന് പറഞ്ഞത് ഞാൻ എന്നെ കാണിക്കാം. അബ്ദുള്ള എന്ന് പറയും ഇന്നയാളെ കാണിച്ചു കൊടുക്കാം. അയ്യൂബ് എന്നത് ഇന്നയാളെ കാണിച്ചു കൊടുക്കാം. പക്ഷെ ഇത് ആരുടെ പേരാണ്? ഇത് ആർക്കുള്ള നാമമാണ്? അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല, പിന്നെ അള്ളാഹിന്റെ പേരാണെന്ന് എങ്ങനെ പറയും? അപ്പൊ അള്ളാഹ് എന്നത് അലമാണ്. ആരുടേത്? ലിസ്സാത്തിൽ വാജിബിൽ വുജൂദ്, വാജിബുൽ വുജൂദായ ദാത്തിനിക്കുള്ള പേരാണ്. എന്ത്? വാജിബുൽ വുജൂദായ ദാത്തിനിക്കുള്ള അലമാണ്. ലിദ്ദാത്തില്ല, വല്ലാഹു അല്ലാഹു അലമുൻ ലിദ്ദാത്തിൽ വാജിബിൽ വുജൂദ്, വുജൂദ് വാജിബായവനായ ദാത്തിനിക്കുള്ള അലമാണ്. അള്ളാഹുവിന് ദാത്തുണ്ട്. അവന്റെ ദാത്ത് എങ്ങനെ നമുക്കറിയില്ല, നമുക്ക് കണ്ടെത്താൻ കഴിയുകയുമില്ല. അല്ലാഹ് അലമുൻ, അവൻ അത് അലമാകുന്നു, പേരാകുന്നു. അലമെന്ന് പറഞ്ഞാൽ മനസ്സിലായിരിക്കുമെന്ന് കരുതും. നമുക്കൊക്കെയുള്ള നാമം പോലെയുള്ള നമുക്കൊക്കെയുള്ള നാമങ്ങൾക്കാണ് അലമ് എന്ന് പറയാ. അതുപോലെ അള്ളാഹ് എന്നത് ഒരു അലമാണ്. ലിദ്ദാത്തിൽ വാജിബിൽ വുജൂദ്, വുജൂദ് വാജിബായ പരിശുദ്ധമായ ദാത്തിനിക്കുള്ള. വുജൂദ് വാജിബ് എന്ന് പറഞ്ഞാൽ, വുജൂദ് വാജിബാണ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവാതിരിക്കുക എന്നത് രൂപകൽപ്പന ചെയ്യാനേ കഴിയില്ല. എങ്ങനെ ഉണ്ടാവാതിരിക്കുക എന്നത് ആലോചിക്കാൻ പറ്റൂല. ഉണ്ടായേ മതിയാകൂ. ഉണ്ടാവൽ അനിവാര്യമാണ്. ഞാനും നിങ്ങളും ഇവിടെ ഉണ്ടാവേണ്ടതില്ല, ഉണ്ടാവാം. പക്ഷെ അള്ളാഹു എന്ന് പറയുന്ന മഹത്തായ ദാത്ത് ഉണ്ടായേ മതിയാകൂ എന്നതാണ് വസ്തുത. ഒരു ബുദ്ധിയുടെ തേട്ടപ്രകാരം അള്ളാഹു എന്ന നമ്മൾ കൃത്യമായി വിശ്വസിക്കുന്നത് പോലുള്ള ഒരു അള്ളാഹ് എന്നത് ബുദ്ധിയുടെ തേട്ടമാണ്. നമ്മൾ വിശ്വസിക്കുന്നത് പോലെയുള്ള അള്ളാഹ് എന്നത് യഥാർത്ഥ ബുദ്ധിയുള്ള ഒരാൾക്ക് തേട്ടമായി കടന്നു വരുന്ന വസ്തുവാണ്. അള്ളാഹു ഇല്ല എന്ന് പറയുന്നവൻ പറയുന്നത് മഹാ അബദ്ധാണ്. അള്ളാഹ് എന്നത് യഥാർത്ഥ ബുദ്ധിമാന് ഉറപ്പിച്ചും നിർബന്ധമായും കടന്നു വരുന്ന ഒരു മഹത്തായ ചിന്തയാണ് അള്ളാഹ് എന്നത്. അപ്പൊ ആ അള്ളാഹ് ഒരിക്കലും ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞത് ഉണ്ടാവാൻ പറ്റൂല. അതാണ് വുജൂദ് വാജിബ്, ഉണ്ടാവൽ നിർബന്ധമനായ എന്ന് പറഞ്ഞാൽ ഇല്ലാതിരിക്കുക എന്നത് ആലോചിക്കാൻ തന്നെ പറ്റില്ല. ഉണ്ടാവാതിരിക്കുക എന്നത് ആലോചിക്കാൻ തന്നെ പറ്റൂല. അതാ അവിടെ അള്ളാഹ് വാജിബുൽ വുജൂദാണെന്ന് പറഞ്ഞാൽ അവനിക്ക് അതുമുണ്ടാകൂല എന്ന് പറഞ്ഞാൽ ഇല്ലാതിരിക്കുക എന്നതില്ല. ഇനി എന്തെങ്കിലും മുമ്പ് ഇല്ലാതിരിക്കുകയോ ഇനി എപ്പോഴെങ്കിലും ഇല്ലാതിരിക്കുകയോ ചെയ്യുകയുമില്ല. അവൻ ഉണ്ടാവുക എന്നത് നിർബന്ധമാണ്. നമ്മൾ പറയും അദമു തസവ്വുറാവാത്ത എന്ന് പറയും. ഇല്ലായ്മ എന്നത് സങ്കല്പിക്കാൻ തന്നെ പറ്റൂല. വുജൂദ് വാജിബാണ്. നമ്മളൊക്കെ ഉണ്ടായാൽ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. മുംകിന, നമ്മളെ കുറിച്ച് പറയും മുംകിൻ, ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷെ അള്ളാഹു വാജിബുൽ വുജൂദാണ്. അങ്ങനെയുള്ള വാജിബുൽ വുജൂദായ ആ പരിശുദ്ധമായ ദാത്ത്, ആ ദാത്ത് നമുക്കറിയില്ല. ആ ദാത്തിനിക്കുള്ള അലമാണ് പേരാണ് അല്ലാഹ്. ഇല്ലാതിരിക്കുക എന്നത് സങ്കല്പിക്കാനേ വയ്യ. ഇല്ലാതിരിക്കുക എന്നത് സങ്കല്പിക്കാൻ കഴിയൂല. അങ്ങനെ ഒരു ചിന്ത തന്നെ നടക്കൂല. അവനുണ്ട്, അവനില്ലാത്ത അവസ്ഥയില്ല, അവനില്ലാതാവുന്ന അവസ്ഥ കടന്നു വരാനുമില്ല, കടന്നു വന്നിട്ടുമില്ല. അള്ളാഹ് ഇല്ലാത്ത ഒന്ന് കടന്നു വന്നിട്ടുമില്ല, ഇനി കടന്നു വരാനും പോകുന്നില്ല. അത് ചിന്തിക്കാൻ തന്നെ പറ്റൂല എന്നർത്ഥം. അപ്പൊ വുജൂദ് വാജിബായ ദാത്തിനിക്കുള്ള അലമാണ്. അപ്പൊ അള്ളാന്റെ പേരാണ് അള്ളാഹ്. അസ്ലുഹു ഇലാഹുൻ. ഇനി അള്ളാഹ് എന്ന പദത്തിനെ ഒന്ന് വേണമെങ്കിൽ വേർപിരിച്ച് നമ്മൾ ഇസ്മിനെ സുമുവിന് കണ്ടുപിടിച്ചതുപോലെ അള്ളാഹ് എന്ന പദം കടന്നു വന്ന ശൈലി വേണമെങ്കിൽ ഇങ്ങനെ നമ്മൾ അതിനെ കണ്ടുപിടുത്താം. അള്ളാഹ് എന്നത് അങ്ങനെ വന്നു എന്നല്ല, മറിച്ച് അള്ളാഹ് എന്ന പദത്തിന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടായിത്തീർന്നത്, രൂപപ്പെട്ടത് ഇങ്ങനെ കണ്ടുപിടിക്കാം. അസ്ലുഹു, അതിന്റെ അടിസ്ഥാനം ഇലാഹ് എന്നാണ്. ഇലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയും. ഇലാഹ്, ഇലാഹിന്റെ അർത്ഥം എല്ലാവർക്കും അറിയും. അള്ളാഹ് എന്ന പദം ഉണ്ടായത് ഇങ്ങനെയാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടാണ്. ഇലാഹ്, ഇലാഹ് എന്ന്
പറഞ്ഞാൽ ആരാധ്യൻ, ആരാധിക്കപ്പെടുന്നവൻ, അല്ലെ? ലാ ഇലാഹ, ആരാധിക്കപ്പെടുന്നവനേ ഇല്ല, ഇല്ലല്ലാഹ്, അല്ലാഹു. എങ്കിലോ ഖുർആൻ പറഞ്ഞ അജഅല ശൈഉൻ നുജാബ്, ഇത്തതകളുണ്ട് തന്നെ പ്രശ്നം പരിഹാരാകുന്നില്ല എന്നിടത്തൊക്കെ അവര് പറഞ്ഞ വാക്ക് ഇലാഹ് എന്നാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആരാധ്യ വസ്തുക്കളാണ്. മുള്ളുമുരട് മൂർക്കം പാമ്പ് മുതൽ ബഹുമാനപ്പെട്ട സി എച്ച് സാഹിബിന്റെ ഭാഷയിൽ, സി എച്ച് മുഹമ്മദ് കോയയുടെ ഭാഷയിൽ പറഞ്ഞാൽ മുള്ളുമുരട് മൂർക്കം പാമ്പ് മുതൽ അല്ല, കുറ്റിക്കാട് മുതൽ മുള്ളുമുരട് മൂർക്കം പാമ്പ് വരെ എന്ന് പറഞ്ഞ സർവ്വ വസ്തുക്കളെയും ആരാധിക്കുക എന്നുള്ള ഇലാഹ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ വസ്തുക്കൾക്കും പറയാവുന്ന പേരുമാണ്. വഹുവ, ഇലാഹ് എന്ന പദം ഇസ്മു ജിൻസിൻ, ഒരു വർഗത്തിന്റെ പേരാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്കുള്ള പേരൊന്നുമല്ല, പലർക്കും കടന്നു. അതെ, കല്ല്, കരട്, കാഞ്ഞിര കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കം പാമ്പ് വരെയുള്ള എല്ലാ വസ്തുക്കളെയും ആരാധ്യ വസ്തുക്കളാക്കി കൊണ്ടുവരുന്നു. അപ്പൊ ആ വസ്തുക്കൾക്കൊക്കെ എന്ത് അറബിയിൽ പറയാം? അറബിയുടെ ഭാഷാ നിയമപ്രകാരം ഇലാഹ് എന്ന് പറയാം. ആരാധ്യൻ, ആരാധിക്കപ്പെടുന്ന വസ്തു. ആരാധിക്കാൻ അർഹതയുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. അമ്മ ചിലരുടെ ആരാധ്യ വസ്തുക്കളാണെങ്കിൽ അമ്മ അവരുടെ ഭാഷയിൽ ഇലാഹാണ്. അമ്മയെ ആരാധിക്കുന്നവരുടെ വീക്ഷണത്തിൽ അമ്മ എന്നതിനെ കുറിച്ച് ഇലാഹ് എന്ന് പറയാം. കാരണം ഇലാഹ് എന്നത് ഒരാളുടെ പേരല്ല, ഇലാഹ് എന്നത് ആരാധിക്കപ്പെടാവുന്ന സർവ്വ വസ്തുക്കൾക്കും പറയാവുന്ന പേരാണ്. ഏതുപോലെ പുരുഷന്മാരായ ആളുകൾക്കൊക്കെ റജുലി എന്ന് പറയാമല്ലോ, എന്നതുപോലെ ഇലാഹ് വഹുവ, ഇലാഹ് എന്നത് വഹുവ, ഇലാഹ് എന്ന പദം ഇസ്മു ജിൻസിൻ ലികുല്ലി മഅബൂദിൻ, എല്ലാ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾക്കുമുള്ള ഒരു വർഗത്തിന്റെ ഇസ്മാകുന്നു. ജിൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും, അജ്നാസ്, വർഗം, വർഗങ്ങൾ എന്നൊക്കെയാണ്. ഇസ്മു ജിൻസിൻ, ഒരു വർഗത്തിന്റെ പേരാകുന്നു. ലിക്കുല്ലി മഅബൂദിൻ, എല്ലാ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾക്കും. സർവ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ കുറിച്ചും എന്തു പറയാം? ഇലാഹ് എന്ന് പറയാം. സർവ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ കുറിച്ചും ഇലാഹ് എന്ന് പറയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ അപ്പം പിന്നെ അള്ളാഹ് എന്നുള്ളത് എല്ലാ വസ്തുക്കൾക്കും പറ്റുമോ? ഇല്ല. എന്നിട്ട് എന്തായി മാറി? വാസുലുഹു. അപ്പൊ ചെയ്യുന്ന ഭാഗം അവിടെ തന്നെ സൂക്ഷിക്കാൻ ശ്രമിച്ചാൽ നന്നാവുമായിരിക്കും. അതെ അല്ലെ? അതെ. സുമ്മ ഉരിഫ ബി അൽ, എല്ലാ വസ്തുക്കൾ അള്ളാഹു, അതെ, വഹുവ ഇസ്മു ജിൻസിൻ ലികുല്ലി മഅബൂദിൻ, എല്ലാ ആരാധിക്കപ്പെടുന്ന വസ്തുവിനിക്കുമുള്ള വർഗത്തിന്റെ ഇസ്മാണ്. സുമ്മ ഉരിഫ ബി അൽ, പിന്നെ അതിനെന്ത് ചെയ്തു? അല്ല് കൊണ്ട് തൈരീഫ് ചെയ്യപ്പെട്ടു. അല്ല് കൊണ്ട് തൈരീഫ് ചെയ്യപ്പെട്ടു. തൈരീഫ് എന്ന് പറഞ്ഞാൽ അറബിയിൽ രണ്ടു പ്രയോഗമുണ്ട്, നെക്കിറ, മൈരിഫ എന്ന്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാൻ എളുപ്പരൂപത്തിൽ പറയാം. നെക്കിറ, മൈരിഫ എന്ന് പറഞ്ഞ് രണ്ട് ശൈലി അറബിയിൽ കാണാം. നെക്കിറ എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്തതും, മൈരിഫ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നതും. ഉദാഹരണത്തിന് ഏതോ ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നു എന്ന് പറഞ്ഞു, അത് നെക്കിറ മൈരിഫ. ഒരാൾ വന്നു എന്ന് പറഞ്ഞാൽ ഏതാള്, എങ്ങത്താള്, ഒന്നുമില്ല, അതിനെക്കുറിച്ചാണ് നെക്കിറ എന്ന് പറയാം. അതേ സമയത്ത് അബ്ദുള്ള വന്നു എന്ന് പറഞ്ഞു, അത് ഒരാളെ നിശ്ചയിച്ച് പറഞ്ഞതാണ്, അത് മൈരിഫയാണ്. അപ്പൊ അതാണ് നെക്കിറ മൈരിഫ എന്ന് പറയുന്നത്. ആ നിലക്ക് ഇലാഹ് എന്ന് പറഞ്ഞ ഏത് ആരാധിക്കപ്പെടുന്നയാളും, ഒരു ആരാധിക്കപ്പെടുന്നയാൾ വന്നു എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അമ്മ വന്നതിനെ കുറിച്ചും ആവാം, വേറെ ആര് വന്നതിനെ കുറിച്ചും ആവാം. അതാണ് ഇസ്മു ജിൻസ് എന്ന് പറഞ്ഞത്. എന്നാൽ സുമ്മ ഉരിഫ ബി അൽ, പിന്നെ അതിനെന്ത് ചെയ്തു? അല്ല് കൊടുത്തു. അൽ ഇലാഹ്. അങ്ങനെ റജുൽ എന്ന് പറഞ്ഞ ഏതോ ഒരാൾ, അർറജുൽ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ഒരാളെ കുറിച്ചാണ് അർറജുൽ എന്ന് പറയാം. മനസ്സിലാക്കണേ, റജുലി എന്ന് പറഞ്ഞാൽ ഒരാൾ, അർറജുലിന് അതേ അർത്ഥമല്ല. അർറജുൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അറിയപ്പെട്ട ആൾ എന്നായിരിക്കും. അപ്പൊ അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ആരാധ്യൻ. സുമ്മ ഉരിഫ, പിന്നെ അതിനെ മൈരിഫയാക്കപ്പെട്ടു ബി അൽ, അല്ല് കൊണ്ട്. അപ്പോൾ എന്തായി? അൽ ഇലാഹ് എന്നായി, അല്ലെ? ഇലാഹ് എന്നിടത്ത് അല്ല് കൊടുത്താൽ എങ്ങനെയുണ്ടാകും? അൽ ഇലാഹ് എന്നുണ്ടാവും. അൽ ഇലാഹ്, അല്ലെ? അങ്ങനെ തന്നെ ഉണ്ടാകുക. സംശയം ഉണ്ടോ? ഇലാഹ് എന്നിടത്ത് അല്ല് കൊടുത്താൽ എങ്ങനെ ഉണ്ടാകും? അൽ ഇലാഹ് എന്നുണ്ടാവും. എന്നിട്ട് വഹുദിഫത്തിൽ ഹംസത്തു, ഹംസ കളയപ്പെട്ടു. വഹുദിഫത്തിൽ ഹംസത്തു, ഹദഫ എന്ന് പറഞ്ഞാൽ കളയുക എന്നാണ് അർത്ഥം. ഹദ്ഫ് എന്ന് പറയും, മഹദൂഫ്, കളയപ്പെട്ടു. വഹുദിഫത്തിൽ ഹംസത്തു, ഹംസ കളയപ്പെട്ടു. അൽ ഇലാഹ് എന്നിടത്ത് ഹംസയെ കളയപ്പെട്ടു. അപ്പോൾ എന്തായി? അപ്പൊ എന്തായിട്ടുണ്ടാകും?
അൽ ഇലാഹ് എന്നായിട്ടുണ്ടാവും അല്ലെ. അൽ ഇലാഹിലെ ഈ പോയാൽ എങ്ങനെ ഉണ്ടാകും? അൽ ഇലാഹ്. അപ്പൊ ഒരു സാക്കിനായ ലാമും സുക്കൂനുള്ള ലാമും ഹർക്കത്തുള്ള ലാമും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും? സുക്കൂനുള്ള ലാമിനെ ഹർക്കത്തുള്ള ലാമിൽ ഇദ്ഗാം ചെയ്യും. അപ്പോൾ എന്തായി? അല്ലാഹ് എന്നായി. മനസ്സിലാക്കണേ. സുമ്മ ഉരിഫ ബി അൽ, പിന്നെ അല്ല് കൊണ്ട് മഅരിഫയാക്കപ്പെട്ടു, ആളുകളെ പരിചയപ്പെടുത്തപ്പെട്ടു, തൈരീഫ് ചെയ്യപ്പെട്ടു. നെക്കിറ എന്ന വകുപ്പിൽ നിന്നും മഅരിഫ എന്ന വകുപ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടു. വഹുദിഫത്തിൽ ഹംസത്തു, എന്നിട്ട് ഹംസയെ കളയപ്പെടുകയും ചെയ്തു. സുമ്മസ്തുമില, പിന്നെ ഈ അല്ലാഹ് എന്ന പദം ഉപയോഗിക്കപ്പെട്ടു. ഇസ്തിഅമാൽ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക എന്നാണ്. ഉസ്തുമില, പിന്നെ അല്ലാഹ് എന്ന പദം ഉപയോഗിക്കപ്പെട്ടു. ഫിൽ മഅബൂദി ബിഹഖ്ഖിൻ, യാഥാർത്ഥ്യമായി ആരാധിക്കപ്പെടുന്ന ഒരാൾ. അതാരാണ്? അല്ലാഹു മാത്രം. അല്ലാഹു ജല്ല ജലാലുഹു മാത്രമാണ് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവൻ. അവന് മാത്രം അല്ലാഹ് എന്ന പദം ഉപയോഗിച്ചു. പിന്നെ ആർക്കുമില്ല. പിന്നെ ഒരാൾക്കും അല്ലാഹ് എന്ന പദം ഉപയോഗിക്കൂല. സുമ്മസ്തുമില, പിന്നീട് അല്ലാഹ് എന്ന പദം ഉപയോഗിക്കപ്പെട്ടു. ഫിൽ മഅബൂദി ബിഹഖ്ഖിൻ, യാഥാർത്ഥ്യമായി ആരാധിക്കപ്പെടുന്നവനിൽ മാത്രം ഉപയോഗിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അല്ലാഹ് എന്നുള്ളത് പരിശുദ്ധമായ, ഉണ്ടാവൽ നിർബന്ധമായ, ഇല്ലാതിരിക്കുക എന്നത് ആലോചിക്കാൻ പറ്റാത്ത ഒരു ദാത്തിനിക്കുള്ള പേരാണ്. പക്ഷേ അതിനിങ്ങനെ അസ്ല് പറയുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കണ്ടെത്താം. നമ്മൾ കണ്ടെത്താം. അൽ ഇലാഹ് മാറി അൽ ഇലാഹായി, അതിൽ ഹംസ പോയി അവസാനം അല്ലാഹു ആയി എന്ന് വേണം നമുക്ക് പറയാം. വഹുവ, ഈ അല്ലാഹ് എന്ന പദം അവിടെ നിന്നോട്ടെ. അല്പം സമയം വൈകുന്നുണ്ട്. നാട്ടിൽ മഗ്‌രിബോട് അടുത്തിട്ടുണ്ട്. അല്പം ചില പണികളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് വഹുവൽ ഇസ്മുൽ അഅ്ലം എന്നിടത്ത് മുതൽ നമുക്ക് തുടരാം. അല്ലാഹു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇന്നെടുത്ത വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്ന് ചോദിക്കാം. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ സുഹൃത്തുക്കളോട് പറയുന്നത്, നമ്മുടെ ഈ ക്ലാസ് നമുക്ക് ഉപകാരപ്പെടണം. അതുകൊണ്ട് കഴിവതും അതിന്റെ അർത്ഥമൊക്കെ ശരിക്കും തന്നെ പഠിക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊക്കെ പരിഭാഷയൊക്കെ പഠിച്ചാകും. പക്ഷെ പരിഭാഷ അങ്ങ് വായിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ശൈലിയും അതിന്റെ കൃത്യമായ അർത്ഥവും അറബിയും നമുക്കങ്ങനെ പ്രത്യേകിച്ച് ബോധ്യപ്പെടൂലല്ലോ. ഇതാകുമ്പോൾ നമുക്കൊക്കെ പഠിക്കാനൊക്കെ വരുന്ന രൂപത്തിൽ നിങ്ങൾക്കൊക്കെ വേണ്ടിയാണല്ലോ നമ്മൾ ഇത് സംഘടിപ്പിക്കുന്നതും. അതുകൊണ്ട് ഇത് സംഘടിപ്പിക്കുന്നത് ഉപകാരപ്രദമാവണം. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ ഒന്ന് ഈ പറഞ്ഞ പേസ്റ്റ് ചെയ്യുന്നൊക്കെ ഒന്നുകൂടി സേവ് ചെയ്യുകയോ, സ്വന്തം കമ്പ്യൂട്ടറിൽ ഇല്ലാത്തവർ പേസ്റ്റ് ചെയ്യുമ്പോൾ സേവ് ചെയ്ത് അതങ്ങനെ കൃത്യമായി സൂക്ഷിച്ച് അതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രദ്ധിച്ചാൽ ഒന്നുകൂടി അള്ളാഹുവിന്റെ ഇൽമ് നന്നായി പഠിക്കുന്ന ഒരു വിഭാഗത്തിൽ നമ്മൾ പെടും. അള്ളാഹു പെടുത്തുമാറാവട്ടെ. ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്താൽ മൈക്ക് വിടാം. സുഹൃത്തുക്കൾ ആരെങ്കിലും സംശയമായിട്ടുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് പിരിയണം. അതുകൊണ്ടാണ് പറയുന്നത്. എന്തെങ്കിലും അർത്ഥമാണെങ്കിലും ലഫ്ലിന്റെ അർത്ഥമാണെങ്കിലും അയ്യൂബ് ലാത്തൂർ സാഹിബ് കൈവക്കിയിട്ടുണ്ട്. തൽക്കാലം ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സംശയങ്ങളൊന്നും ചോദിക്കാനല്ല, ആരും സംശയം ചോദിക്കാൻ ആരും കാണാത്തത് കൊണ്ട് കൈവക്കിയതാണ്. ആരെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉസ്താദ് എടുത്ത ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കി വന്നാൽ കുറച്ച് സമയം കൂടി ഉസ്താദ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ആരും ഇല്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാവുന്നതാണ്. ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഏതായാലും ഉസ്താദിന്റെ ക്ലാസ് അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായി നല്ല, ഏതായാലും അടുത്താണ് നെക്സ്റ്റ് ലൈവ് ഖുർആൻ ക്ലാസ് ഉണ്ട്. 10 മിനിറ്റ് കൂടി ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഏതായാലും ഉസ്താദിന്റെ ക്ലാസ് വളരെ നന്നായി, വളരെ ഭംഗിയായി, സാധാരണക്കാർക്കും കുറച്ചൊക്കെ ഓതിയവർക്കും ഒക്കെ മനസ്സിലാകുന്ന രൂപത്തിലുള്ള വളരെ നല്ല സ്പഷ്ടവും വ്യക്തവുമായ ഭാഷയിലും ശൈലിയിലുമൊക്കെയുള്ള ക്ലാസ് അൽഹംദുലില്ലാഹ്. ഇത് വളരെ സന്തോഷമായിട്ടുണ്ട്. പലരും ഇതിനെ വളരെ നന്നായി പ്രതികരിക്കുന്നുണ്ട്. ഈ ക്ലാസ് നന്നായി തുറന്നു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഉസ്താദിനും എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും ക്ലാസ്സിൽ നാളെ സമയം 5:15 ഇന്ത്യൻ ടൈം 5:15. എല്ലാവരും ക്ലാസ്സിൽ വരിക, കിതാബ് തുറന്നു വെക്കുക, ക്ലാസ് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. പിന്നെ ഉസ്താദിനോട് ഒരു ചെറിയൊരു കാര്യം കൂടി ഉണർത്താനുള്ളത്, ഇതിന്റെ കൂടെ തന്നെ അത് നന്നായി പറയുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ചില നഹവിന്റെ ഖായിദകൾ കൂടി ഒന്ന് ഉണർത്തിയാൽ ചെറുതൊക്കെ ഒന്ന് അത് ഓർമ്മയിൽ കൊണ്ടുവരാൻ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം, എന്റെ സ്വന്തം അഭിപ്രായമാണ്.
എന്നതുകൂടി ഉസ്താദിനെ ഉണർത്തുകയാണ്. അൽഹംദുലില്ലാ. ഏതായാലും ഉസ്താദിനെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ വളരെ സന്തോഷത്തോടുകൂടി നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇത് തുറന്ന് അങ്ങോട്ട് വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉസ്താദിന് തന്നെ മൈക്ക് കൈമാറുന്നു. അസ്സലാമു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് സുഹൃത്തുക്കൾക്കൊക്കെ സംശയമൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല, കാരണം അങ്ങനത്തെ ഒരു ഭാഗമാണ്. എന്നാലും കഴിവതും ആ വിഷയത്തിലെ ലഫ്ലിന്റെ അർത്ഥമൊക്കെ പഠിക്കാനൊന്ന് കൂടുതൽ ശ്രദ്ധിക്കണം. കഴിവതും